ഇന്ന് രാത്രി വളരെ പ്രാർത്ഥനയോടുകൂടെ ദൈവമക്കളായിരിക്കണം. നമ്മൾ ചിന്തിക്കുവാൻ പോകുന്ന വിഷയത്തിലേക്ക് ഞാൻ കടന്നു വരുന്നു. എബ്രായലേഖനം 12-ാം അധ്യായം. ഹീബ്രൂസ് ചാപ്റ്റർ 12. എബ്രായർ 12-ാം അധ്യായം 26 മുതലുള്ള വാക്യം നമുക്ക് വായിക്കാം. വേഴ്സ് 26 ഓൺവേർഡ്സ്. 26 മുതലുള്ള വാക്യം ആരെങ്കിലും ഒരാൾ ശബ്ദമുയർത്തിയതെന്ന് വായിച്ചാട്ടും. അവന്റെ ശബ്ദം അന്ന് ഭൂമിയെ ഇളക്കി. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. നമ്മൾ ചിന്തിച്ചു വരുന്ന ഭാഗം എന്ന് പറയുന്നത് എബ്രായലേഖനത്തിലെ 5-ാമത്തെ മുന്നറിയിപ്പാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നത്. എന്താണ് ആ മുന്നറിയിപ്പ് എന്ന് പറയുന്നത്? അരുളി ചെയ്തവനെ വിട്ടുമാറരുത്. അതാണ് നമുക്കുള്ള മുന്നറിയിപ്പ്. ഈ അരുളി ചെയ്യുന്നവനെ വിട്ടുമാറരുതെന്ന് പറയുമ്പോൾ പ്രധാനമായിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചത്, പഴയ നിയമത്തിലെ ഇസ്രായേൽ മക്കൾക്ക് സീനായ് മലയിൽ വെച്ച് സ്വർഗ്ഗസ്ഥനായിരിക്കെ ദൈവം വെളിപ്പെട്ട് ദൈവം അവരെ തൻ്റെ സ്വരം കേൾപ്പിക്കുവാൻ ഇടയായി തീർന്നുവെങ്കിൽ, പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിനേക്കാൾ ശ്രേഷ്ഠമേറിയൊരു പദവിയിലാണ് ദൈവമക്കളായിരിക്കുന്നു എന്നുള്ളത് വെളിപ്പെടുകയാണ്. എന്താണ് പുതിയ നിയമത്തിന്റെ പ്രത്യേകത? അന്ന് ദൈവം മോശ മുഖാന്തരമായിട്ട് കൂടുതലായിട്ട് ഇസ്രായേൽ മക്കളോട് സംസാരിപ്പാൻ ഇടയായി തീർന്നുവെങ്കിൽ, ഇന്ന് പുത്രനായിരുന്ന യേശു നമ്മോട് സംസാരിക്കുവാൻ കാരണമായി തീർന്നു. അതിനേക്കാൾ ഒത്തിരി ഉന്നതമായിരിക്കുന്ന ശ്രേഷ്ഠമായിരിക്കുന്ന ഒരവസ്ഥയിലാണ് ഞാനും നിങ്ങളും ആയിരിക്കുന്നത്. എന്നാൽ ഇവിടെ നമ്മൾ ചിന്തിക്കുന്നതായിരിക്കുന്ന ഭാഗത്തിലേക്ക് അതുകൊണ്ട് എന്തുണ്ടാകരുത്? അരുളി ചെയ്യുന്നവനെ മാറാതിരിപ്പാൻ സൂക്ഷിക്കണം. അവൻ അരുളി ചെയ്തു, അവന്റെ വാക്ക് നമ്മൾ അനുസരിക്കേണ്ടതാണ്. ഈ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആ വാക്കിന്റെ വിലയെക്കുറിച്ച് വീണ്ടും ഒന്നുകൂടെ ദൈവത്തിന്റെ ദാസൻ വെളിപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിച്ചപ്പോൾ താൻ എടുത്ത ഒരു ഭാഗമാണ്. എന്താണ് സീനായ് മലയിലേക്ക് കടന്നു വന്നപ്പോൾ ദൈവത്തിന്റെ വാക്കുകൾ കൊണ്ട് സംഭവിക്കുവാനായിട്ടിടയായിത്തീർന്നത്? ആ ഭാഗം ഇപ്രകാരം വായിക്കുന്നുണ്ട്. അവന്റെ ശബ്ദം അന്ന് ഭൂമിയെ ഇളക്കി. നമുക്കറിയാം, സീനായ് മലയിലേക്ക് കർത്താവായ ദൈവം കടന്നു വന്നപ്പോൾ ദൈവം സീനായ് മലയെ ഇളക്കുവാനായിട്ട് കാരണമായി തീർന്നു. അതാണ് ദൈവത്തിന്റെ ദാസൻ പറഞ്ഞത്, അന്ന് അവന്റെ ശബ്ദം ഭൂമിയെ ഇളക്കി. എന്നാൽ ഇന്ന് എന്ത് സംഭവിക്കുവാൻ പോകുന്നു? പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ അതേ വാക്കുകൾക്ക് എന്ത് സംഭവിക്കുന്നത് പറയുന്നത്? ഇന്ന് അവൻ ഭൂമിയെ മാത്രമല്ല ആകാശത്തെയും ഇളക്കുവാൻ പോകുന്നു. അപ്പോൾ ഇനിയും സംഭവിക്കുവാൻ പോകുന്ന ഒരു സംഭവ വികാസത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ദൈവത്തിന്റെ ദാസൻ പറയുന്നത്, ഇനിയും ഒരിക്കൽ എന്നത് ഭൂമിയെ മാത്രമല്ല ആകാശത്തെയും ഇളക്കുവാൻ പോകുകയാണ്. എന്നിട്ട് ദൈവദാസൻ പറയുന്ന ഒരു വേർഡ് ഇപ്രകാരമാണ് കൊണ്ട് കൺക്ലൂഡ് ചെയ്യുന്നത്, ആകയാൽ ഇളകാത്ത രാജ്യം നാം പ്രാപിക്കുന്നത് കൊണ്ട്. അപ്പോൾ നാം പ്രാപിക്കുവാൻ പോകുന്നത് ഇളകാത്തൊരു രാജ്യമാണ്. ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ തിരുവചനത്തിൽ നാം നിന്നുകൊണ്ട് എന്താണ് ദ ക്രിയേഷൻ ഓഫ് ദി എർത്ത്, ഭൂമിയെ ദൈവം സൃഷ്ടിച്ചപ്പോൾ എന്താണ് അതിന്റെ പ്രത്യേകത എന്നുള്ളത് നമ്മൾ ചിന്തിക്കുവാനായിട്ടാണ് നാം പോകുന്നത്. അതിന്റെ ലാസ്റ്റ് പോർഷൻ പറയുന്നു, ഇനിയും ഒരിക്കൽ ഇളകാത്ത ഒരു രാജ്യം പ്രാപിക്കുവാൻ പോകുകയാണ്. അത് ഒരിക്കലും ഇളകുവാനായിട്ട് പോകുന്നില്ല. ഇളകാത്തൊരു ഭൂമിയിലേക്കാണ് നാം കടന്നു വരുവാൻ പോകുന്നത്. ഈ ഭൂമിയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്ന ആ സമയത്ത് നമ്മൾ പ്രധാനമായിട്ട് നമ്മൾ ദൈവത്തിന്റെ സൃഷ്ടിപ്പ് ഭൂമിയിലേക്ക് കടന്നു വരുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യത്തിലേക്ക് നിങ്ങൾ കടന്നു വന്നാൽ, ജനസിസ് ചാപ്റ്റർ 1 വേഴ്സ് നമ്പർ 1. ഉൽപ്പത്തി 1:1. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് ഇന്നത്തെ ക്ലാസ്സുകളായിരിക്കണം. അവിടെ പറയുന്നു, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. അപ്പോൾ ഈ ഭൂമി സൃഷ്ടിക്കുന്നതിന് മുൻപ് എന്തുണ്ടായിരുന്നു? ഒരു വാക്യം കൂടെ, പ്രൊവേർബ്സ് ചാപ്റ്റർ 8 വേഴ്സ് നമ്പർ 29. സദൃശവാക്യം 8-ാം അധ്യായം 29-ാമത്തെ വാക്യം. വെള്ളം അവന്റെ കൽപ്പനയെ അതിക്രമിക്കാതെ വണ്ണം ഭൂമിയുടെ അടിസ്ഥാനമിട്ടപ്പോഴും ശ്രദ്ധിക്കുക വേർഡ്. അപ്പോൾ ദൈവമാണ് ഭൂമിക്ക് അടിസ്ഥാനമിട്ടത്. ഭൂമിയുടെ അടിസ്ഥാനം ദൈവത്താൽ സ്ഥാപിതമാണ്. ഈ അടിസ്ഥാനം ദൈവം ഇട്ടപ്പോൾ എന്ത് സംഭവിച്ചു? ഇയ്യോബിന്റെ പുസ്തകം 38-ാം അധ്യായം
ജോബ് ചാപ്റ്റർ 38, ഇയ്യോബിന്റെ പുസ്തകം 38 അധ്യായം 4 മുതൽ 7 വരെയുള്ള വാക്യം. 4 to 7, 4 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. ദൈവം ഇയ്യോബിനോട് ചോദിക്കുന്ന ചോദ്യമാണ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത്. ദൈവം ഇയ്യോബിനോട് ചോദിക്കുന്നത്, ഞാൻ ഭൂമിക്ക് അടിസ്ഥാനമിട്ടപ്പോൾ നീ എവിടെയായിരുന്നു? അപ്പോൾ സ്വർഗ്ഗസ്ഥനായ ദൈവമാണ് ഭൂമിക്ക് അടിസ്ഥാനമിട്ടത്. താഴോട്ട് വായിച്ചാട്ട്. അപ്പോൾ എങ്ങനെയായിരുന്നു ഭൂമിക്ക് അടിസ്ഥാനമിട്ടത് എന്നുള്ളതാണ് ദൈവത്തിന്റെ തിരുവചനോട് പഠിപ്പിക്കുന്നത്. ഞാൻ ഭൂമിക്ക് അടിസ്ഥാനമിട്ടപ്പോൾ, ദൈവം ശ്രദ്ധിച്ച് നിങ്ങളായിരിക്കണം എന്നത്തെ ക്ലാസ്. ഞാൻ ഭൂമിക്ക് അടിസ്ഥാനമിട്ടപ്പോൾ നീ എവിടെയായിരുന്നു? ദൈവം ഇയ്യോബിനോട് ചോദിക്കുക. അപ്പോൾ അടിസ്ഥാനമിട്ട സമയത്തെക്കുറിച്ച് നമ്മളിവിടെ കാണുന്ന ഭാഗം ഇപ്രകാരമാണ്. അതിന്റെ ലാസ്റ്റ് പോർഷൻ നമ്മളിപ്പോൾ വായിച്ചതായിരിക്കുന്ന അതിന്റെ 6-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് ഞാൻ ആ വാക്യം ഒന്ന് വായിക്കട്ടെ. പ്രഭാത നക്ഷത്രങ്ങൾ ഒന്നിച്ച് ഘോഷിച്ചുല്ലസിക്കുകയും ദൈവപുത്രന്മാരെല്ലാവരും എല്ലാം സന്തോഷിച്ചാക്കുകയും ചെയ്തപ്പോൾ അതിന്റെ അടിസ്ഥാനം ഏതിന്മേൽ ഉറപ്പിച്ചു. അപ്പോൾ ദൈവം ഭൂമിക്ക് അടിസ്ഥാനമിട്ടപ്പോൾ അവിടെ ഒരു വലിയ സംഭവങ്ങളാണ് അവിടെ നടക്കുവാനിടയായിത്തീർന്നത്. ദൈവപുത്രന്മാരെല്ലാവരും സന്തോഷിച്ച് ആക്കുവാനായിട്ട് കാരണമായിത്തീർന്നു. ഒരു വലിയ സംഭവം അവിടെ നടക്കുകയാണ്. അങ്ങനെയെങ്കിൽ നമ്മൾ ഒന്ന് മനസ്സിലാക്കണം, ദൈവം ഭൂമിയെ സൃഷ്ടിക്കുമ്പോൾ ദൈവപുത്രന്മാരെ സന്തോഷിച്ച്, ദൈവപുത്രന്മാരെന്ന് അവിടെ പറയുന്നത് ഏഞ്ചൽസിനെയാണ്, ദൂതന്മാരെയാണ്. അപ്പോൾ ദൂതന്മാര് സന്തോഷിച്ചാക്കുവാൻ ഇടയായിത്തീർന്നുവെങ്കിൽ ദൈവം ഭൂമിയെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് ദൂതന്മാരുണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ശ്രദ്ധിക്കണം എന്റെ വേർഡ് ഇന്നത്തത്. ദൈവം അവിടെ പറയുന്നു, ദൈവം ഭൂമിക്ക് അടിസ്ഥാനമിട്ടപ്പോൾ നീ എവിടെയായിരുന്നു? എന്നിട്ട് പറയുന്ന ഒരു വേർഡാണ്, ദൈവപുത്രന്മാരെല്ലാവരും സന്തോഷിച്ചാർത്തു. ആ അടിസ്ഥാനമിട്ട സമയത്ത് ദൈവപുത്രന്മാരാക്കുവാനായിട്ട് കാരണമായിത്തീർന്ന ഒരു വലിയ ഉത്സവത്തിന്റെ, ഒരു മഹാദിനത്തിന്റെ ദിവസമായിരുന്നു ദൈവം ഭൂമിക്ക് അടിസ്ഥാനമിട്ട സമയത്ത്. അങ്ങനെയെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദൈവം ഭൂമിക്ക് അടിസ്ഥാനമിടുന്നതിന് മുമ്പ് ദൈവം ആരെ സൃഷ്ടിച്ചു? നമുക്കറിയാം, ഈ ലോകത്തിലുള്ളതും സ്വർലോകത്തിലും എല്ലാം ദൈവത്തിന്റെ സൃഷ്ടിയാണ്. ദൈവത്തിന്റെ സൃഷ്ടിയാകുന്നുവെങ്കിൽ ദൈവം ഭൂമിയെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് ദൈവദൂതന്മാരുണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ കാണുവാൻ സാധിക്കും. ഞാൻ തിരിച്ച് കടന്നു വരികയാണ്. അങ്ങനെയെങ്കിൽ ആദിയിൽ ദൈവം ആകാശഭൂമിയെ സൃഷ്ടിച്ചു എന്നുള്ള ഒരു വേർഡ് നമ്മൾ വായിക്കുമ്പോൾ ദൈവത്തിന്റെ സൃഷ്ടിപ്പിന്റെ തുടക്കത്തെ നമ്മൾ ഇവിടെ കാണുന്നുണ്ട്. പ്രധാനമായിട്ട് ഈ ഒരു വാക്യം നമ്മൾ പഠിക്കുന്ന സമയത്ത് മനുഷ്യനുമായിരിക്കുന്ന ബന്ധത്തിൽ ദൈവത്തിന്റെ സൃഷ്ടിപ്പാണോ ഇവിടെ വളരെ പ്രാധാന്യം അർഹിക്കുന്നത്. പ്രത്യേകിച്ച് ഈ പ്രത്യേകമായിരിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഒന്നുകൂടെ നിങ്ങൾ നോക്കിയാട്ട് എന്താണോ അവിടെ സംഭവിക്കുന്നത്. യെശയ്യാ 40-ാം അധ്യായം 22-ാമത്തെ വാക്യം. യെശയ്യാ 40:22. അവൻ ഭൂമണ്ഡലത്തിന് മീതെ അധിവസിക്കുന്നു. അപ്പോൾ സ്വർഗത്തിലെ ദൈവത്തെ കുറിച്ച് പറയുകയാണ്, ദൈവം വസിക്കുന്നു. അപ്പോൾ ദൈവം ഈ ഭൂമിയെ സൃഷ്ടിച്ചു. അതൊരു മഹനീയമായിരിക്കുന്ന ഒരു ദിവസമായിരുന്നു. എന്നാൽ ആ ഭൂമിയെ ദൈവം എങ്ങനെ സൃഷ്ടിച്ചു എന്നുള്ളത് ദൈവത്തിന്റെ തിരുവചനം വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നു. ദൈവത്തിന്റെ സൃഷ്ടിപ്പ് ഒരു പെർഫെക്റ്റ് സൃഷ്ടിപ്പാണ്. ദൈവം സൃഷ്ടിക്കുന്നത് ഒന്നും കൊള്ളരുതാത്തതല്ല. ദൈവത്തിന്റെ ഏത് സൃഷ്ടിപ്പിനെ കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ ഒരു വാക്യം ഇതിനകത്ത് വളരെ പ്രാധാന്യം അർഹിക്കുന്നു. സഭാപ്രസംഗി, എക്ലിയാസ്റ്റിക് സഭാപ്രസംഗി 3-ാം അധ്യായം, ദൈവത്തിന്റെ സൃഷ്ടിപ്പിന്റെ ഒരു പ്രത്യേകത. 3-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം. എക്ലിയാസ്റ്റിക് ചാപ്റ്റർ 3 വേഴ്സ് നമ്പർ 11. അവൻ സകലതും അതതിന്റെ സമയത്ത് ഭംഗിയായി ചെയ്തും. നിങ്ങൾ ശ്രദ്ധിക്കണം, ദൈവത്തിന്റെ പ്രവർത്തനത്തെ കുറിച്ച് ദൈവത്തിന്റെ ദാസൻ പറയുകയാണ്, അവൻ സകലതും അതതിന്റെ സമയത്ത്, ഇൻ ഡ്യൂ ടൈം. ദൈവത്തിന്റെ ഏത് പ്രവർത്തനങ്ങളും സമയത്തിന് മുൻപല്ല, സമയത്തിന് പിൻപുമല്ല. ദൈവത്തിന്റെ ഏത് പ്രവർത്തനങ്ങളും സമയത്ത് തന്നെയാണ് ദൈവം ചെയ്യുന്നത്. ദൈവത്തിനൊരു സമയമുണ്ട്. ആ സമയത്താണ് ദൈവം അവിടെ പ്രവർത്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. എന്താ ദൈവം ചെയ്യുന്നത്? എല്ലാം ദൈവത്തിന്റെ സമയത്ത് ചെയ്തിട്ട് ദൈവത്തിന്റെ ദാസൻ പറയുന്നു, സകലതും ഭംഗിയായി ചെയ്യുന്നു. അപ്പോൾ ദൈവത്തിന്റെ ഒരു പ്രവൃത്തിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ദൈവം ഭംഗിയായി ചെയ്യുന്ന ഒരു ദൈവമാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട്, വളരെ മനോഹരമായിട്ടാണോ ദൈവം ചെയ്യുന്നത്.
പറയുന്നത്. എന്തുകൊണ്ട് നമുക്കത് മനസ്സിലാക്കുവാൻ സാധിക്കും? അരിമനാഥനാകുന്ന യേശു ഇപ്രകാരം പറയുവാനിടയായിത്തീർന്നു, വൃക്ഷം നല്ലതെങ്കിൽ അതിന്റെ ഫലവും നല്ലതായിരിക്കും. അപ്പോൾ വൃക്ഷത്തെ അതിന്റെ ഫലം കൊണ്ട് തിരിച്ചറിയാവുന്നത് പോലെ ദൈവത്തെ ആ ഫലം കൊണ്ട് തിരിച്ചറിയാം. ദൈവം നല്ലവനാകുന്നുവെങ്കിൽ ദൈവത്തിന്റെ സകല പ്രവൃത്തിയും നല്ലതായിരിക്കും. ദൈവം എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നവനാകുന്നുവെങ്കിൽ ദൈവത്തിന്റെ സകല പ്രവൃത്തിയിലും പെർഫെക്ഷൻ കാണുവാൻ സാധിക്കും. ദൈവത്തിന്റെ ഏത് പ്രവൃത്തിയിലും ആ പെർഫെക്ഷൻ ഉള്ളത് കൊണ്ട് അതാണ് ദൈവത്തിന്റെ ദാസൻ പറയുന്നത്, ദൈവം സകലതും ഭംഗിയായി ചെയ്തു. നമ്മൾ മനസ്സിലാക്കണം, ഇന്ന് ഈ സൗരയൂഥം, നമ്മളായിരിക്കുന്ന ഈ ഭൂമി, ദൈവമാക്കിയിരിക്കുന്ന ഈ ഭൂമി, ആ ഭൂമി അതിന്റെ അച്ചുതണ്ടിൽ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അതിന്റെ കറക്കത്തിന് ഒന്നുകിൽ ഒരല്പം സ്പീഡ് കൂടുതലോ കുറവോ ആയിരുന്നുവെങ്കിൽ, സ്പീഡ് കൂടിയിരുന്നെങ്കിൽ സംഭവിക്കുവാൻ സാധിക്കുന്നത് സമയങ്ങൾ ദീർഘമായി വന്നേനെ. 24 മണിക്കൂർ എന്നുള്ളത് അത് അല്പം കൂടെ നീളേണ്ടി വന്നു കഴിഞ്ഞാൽ ഒരു ദോഷം, പകലിന് സൂര്യന്റെ സമയത്തിന് ദൈർഘ്യം കൂടും, അതുപോലെ തന്നെ രാത്രിയുടെ സമയവും കൂടും. എന്താ സംഭവിക്കുന്നത്? ഈ ഭൂമിയിൽ യാതൊന്നും ഉണ്ടാകുവാൻ സാധ്യമല്ല. ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ തന്നെ ഈ ചൂടും പിടിച്ച് പല ചെടികളും വളരാതിരിക്കുമ്പോൾ സൂര്യൻ അല്പം കൂടെ കൂടുതൽ സമയം നിന്നുകൊണ്ട് പ്രകാശിക്കുവാൻ തുടങ്ങിയിരുന്നെങ്കിൽ ഭൂമിയുടെ അവസ്ഥ എന്തായിരുന്നേനെ? സ്വർഗ്ഗത്തിലെ ദൈവം ചെയ്തിരിക്കുന്നത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ആ ഭൂമിയെ ദൈവം അവിടെ നിർത്തി. ഞാൻ കഴിഞ്ഞ ദിവസം വായിക്കുകയായിരുന്നു, ഭൂമി ആ അച്ചുതണ്ട് 23 ഡിഗ്രി ചരിഞ്ഞാണ് പോകുന്നത്. അത് നേരെ ആക്കിയിരുന്നുവെങ്കിൽ ഈ നീരാവികൾ, അല്ലെങ്കിൽ സമുദ്രത്തിൽ നിന്ന് നീരാവി പൊങ്ങി അത് 2 സ്ഥലങ്ങളിലേക്ക് കൂടി അത് മഞ്ഞ് ആയിട്ട് മാറ്റപ്പെടുവാനായിട്ട് ഇടയായിരുന്നു. നിങ്ങൾ എക്സാക്ട്ലി ദൈവം ആ പൊസിഷനിൽ നിന്നുകൊണ്ട് ആ ഭൂമിയെ ആക്കി എന്നുള്ളതാണ് പ്രത്യേകത. ഞാനും നിങ്ങളും ഇന്ന് ഈ ഭൂമിയിൽ വസിക്കുവാനുള്ള ഒരു കാരണം, ഞാനും നിങ്ങളും ജീവനോടെ ഇരിക്കുവാനുള്ള കാരണം എന്ന് പറയുന്നത്, ദൈവം ഭൂമിയെ സൃഷ്ടിച്ചപ്പോൾ ആ പെർഫെക്ഷനിലാണ് ദൈവം ഭൂമിയെ സൃഷ്ടിച്ചത്. കാലങ്ങൾ എടുത്തു ഭൂമി ഉരുണ്ടതാണെന്ന് മനസ്സിലാക്കുവാൻ തക്കണ ശാസ്ത്രന്മാർ കണ്ടുപിടിക്കുവാൻ. എന്നാൽ ദൈവത്തിന്റെ തിരുവചനം നാളുകൾക്ക് മുൻപ് ദൈവഭക്തന്മാർക്ക് വെളിപ്പെടുത്തിയതാണ് ഈ ഭൂമി ഉരുണ്ടതാണെന്നുള്ളത്. 1, 2, 3 വാക്യങ്ങൾ പ്രധാനമായിട്ട് വായിച്ചോട്ട്, ഇംഗ്ലീഷിലൊന്ന് വാക്യം വായിച്ചോട്ട്. യെശയ്യാ chapter 40 verse 22, Job chapter 22 verse 14, Proverbs chapter 8 verse 27. ഈ വാക്യങ്ങളൊക്കെ നമ്മൾ കാണുവാൻ സാധിക്കുന്നത് എർത്ത് ഒരു സർക്കിളിലാണ്. യെശയ്യാ chapter 40 verse 22, circle of the earth. അന്നേ ദൈവം തന്റെ ദാസനിൽ കൂടെ പറയുണ്ടായി ഈ ഭൂമി ഉരുണ്ടതാണെന്ന്. കാലങ്ങൾ എടുത്തു ദൈവദാസന്മാർ, ലോകത്തിലെ ശാസ്ത്രന്മാർ അത് കണ്ടുപിടിക്കുവാൻ. നിങ്ങൾ ആ വാക്യങ്ങൾ നിങ്ങൾ വീട്ടിൽ പോയി വായിക്കുക. നാളുകൾക്ക് മുമ്പ് ഇങ്ങനെ ഒന്ന് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് സ്വർഗ്ഗത്തിലെ ദൈവം തന്റെ ഭക്തന്മാർക്ക് വെളിപ്പെടുത്തിയതാണ് ഈ ഭൂമി ഉരുണ്ടതാണെന്ന്. ഞാൻ പറഞ്ഞു വന്നതിന്റെ കാര്യം മറ്റൊന്നുമല്ല. ദൈവം ഈ ഭൂമിയെ സൃഷ്ടിച്ചപ്പോൾ, ആദിയിൽ ദൈവം ആകാശ ഭൂമിയെ സൃഷ്ടിച്ചുവെന്ന് പറയുമ്പോൾ ദൈവം അതിനെ അതിന്റെ പെർഫെക്ഷനിലാണ് ദൈവം ആക്കിയത്. എന്തായിരുന്നു ഒരു ഭൂമിയെ സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിന്റെ പർപ്പസ്? എന്തിനു വേണ്ടിയാണ് ദൈവം ഒരു ഭൂമിയെ സൃഷ്ടിച്ചത്? അതിനാധാരമായിട്ട് യെശയ്യാ 45 അധ്യായം അതിന്റെ 18 വാക്യം. യെശയ്യാ chapter 45 verse number 18, why God created the earth. വ്യക്തമായിട്ടല്ല, നെക്സ്റ്റ് പാർപ്പിനത്രേ സൃഷ്ടിച്ചത്. അപ്പോൾ ദൈവം ഒരു ഭൂമിയെ സൃഷ്ടിക്കുവാനായിട്ട് പ്ലാൻ ചെയ്തപ്പോൾ ആ സൃഷ്ടിക്കുവാൻ കാരണമായി തീർന്നത് വെറുതെ ശൂന്യമായി കിടക്കുവാനല്ല, മരുഭൂമി ഉണ്ടായി കിടക്കുവാനല്ല, അല്ലെങ്കിൽ മുള്ളും പറക്കാരെ മുളയ്ക്കുവാനല്ല ദൈവം ഒരു ഭൂമിയെ സൃഷ്ടിച്ചത്. പിന്നെയോ ദൈവത്തിന്റെ വചനം പറയുന്നു, വ്യക്തമായിട്ടല്ല പാർപ്പിനത്രേ അവൻ സൃഷ്ടിച്ചത്. അപ്പോൾ ദൈവത്തിനൊരു പർപ്പസ് ഉണ്ടായിരുന്നു. ഈ പർപ്പസാണ് ദൈവം ആദമിനെ ഏദൻ തോട്ടത്തിലാക്കുന്ന സമയത്ത് ഇപ്രകാരം പറയുന്നത്, നിങ്ങൾ സന്താന സമൃദ്ധിയുള്ളവരായി ഭൂമിയിലൊക്കെയും നിറഞ്ഞ് കവിയുവേൻ. അപ്പോൾ ദൈവത്തെ
ദൈവത്തിന്റെ ഇഷ്ടമായിരുന്നു മനുഷ്യൻ ഈ ഭൂമി മുഴുവൻ നിറഞ്ഞു നിൽക്കണമെന്നുള്ളത്. ഞാൻ എന്റെ വിഷയത്തിലേക്ക് മടങ്ങി വരികയാണ്. ഒന്നാമത്തെ ഭൂമിയെക്കുറിച്ച് നമ്മൾ ഇവിടെ കാണുകയാണ്. ദൈവത്തിന്റെ ഭൂമിയുടെ സൃഷ്ടിപ്പിന്റെ പ്രത്യേകത ഞാൻ പറയുണ്ടായി. ദൈവത്തിന്റെ ഏത് സൃഷ്ടിയും ഭംഗിയുള്ളതാണെങ്കിൽ അത് പെർഫെക്റ്റ് ആകുന്നുവെങ്കിൽ ദൈവത്തിന്റെ തിരുവചനം ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-ാമത്തെ വാക്യം പറയുന്നു, ആദിയിൽ ദൈവം ആകാശം ഭൂമിയും സൃഷ്ടിച്ചു. നെക്സ്റ്റ് വേർഡ് പറയുന്ന ഇപ്രകാരമാണ്, ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു. നിങ്ങൾ ശ്രദ്ധിക്കണം, ഒന്നാമത്തെ ചിന്ത, ദൈവം ഭംഗിയായിട്ട് സൃഷ്ടിക്കുന്നതാണ് ദൈവത്തിന്റെ പ്രത്യേകതയെങ്കിൽ ദൈവത്തിന്റെ ഏത് സൃഷ്ടിയും ആ പെർഫെക്ഷൻ ആകുന്നുവെങ്കിൽ എന്തുകൊണ്ട് ദൈവം ഈ ഭൂമിയെ നോക്കിയപ്പോൾ ഇത് പാഴും ശൂന്യവുമായി കാണുവാനിടയായിത്തീർന്നു? പാഴും ശൂന്യമെന്ന് മാത്രമല്ല, താഴത്തെ വാക്യം പറയുന്നത് ആഴത്തിന്മീതെ ഇരുളുണ്ടായിരുന്നു, വെള്ളമുണ്ടായിരുന്നു, ഇരുളുണ്ടായിരുന്നു. ഇപ്രകാരമുള്ള കാര്യങ്ങളൊക്കെ ആ ഭൂമിയിൽ അന്നുണ്ടായിരുന്നുവെന്ന് നമ്മൾ കാണുന്നുണ്ട്. എന്തായിരിക്കണം സംഭവിച്ചത്? എന്തായിരിക്കണം? അങ്ങനെയെങ്കിൽ ഒന്ന് മനസ്സിലാക്കണം, ദൈവം സൃഷ്ടിച്ച ഈ ഭൂമിയെ നമ്മൾ നോക്കുമ്പോൾ ദൈവം ആ പെർഫെക്ഷനിലാണ് സൃഷ്ടിക്കുന്നതെങ്കിൽ എന്തൊക്കെയോ സംഭവിക്കുവാനായിട്ട് കാരണമായി തീർന്നു ഈ ഭൂമിയിൽ. അങ്ങനെയെങ്കിൽ ഞാൻ ഒന്നാമത് ചിന്തിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്ന ഭാഗം എന്ന് പറയുന്നത് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ ദൈവം സൃഷ്ടിച്ചതായിരിക്കുന്ന ഒരു എർത്ത്, ഒരു ഭൂമി എന്ന് പറയുന്നത് ഒരു പെർഫെക്റ്റ് എർത്ത് ആയിരുന്നു. ദാറ്റ് വാസ് ദ ഫസ്റ്റ് പെർഫെക്റ്റ് എർത്ത്. നോട്ട് ചെയ്താട്ട്, ഒന്നാമത്തെ പെർഫെക്റ്റ് ആയിരിക്കുന്ന എർത്ത് അതായിരുന്നു ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യം നമ്മൾ കാണുമ്പോൾ. എന്നാൽ ആ ഭൂമിക്ക് സംതിങ് എന്തൊക്കെയോ സംഭവിച്ചു, എന്തൊക്കെയോ നാശങ്ങൾ സംഭവിച്ചു. എന്തായിരിക്കണം ആ പെർഫെക്റ്റ് എർത്തിന്റെ പ്രത്യേകത? എന്തായിരിക്കണം സംഭവിച്ചത്? അതിന് ആധാരമായിട്ടൊരു വാക്യം കൂടെ യെരമ്യാ പ്രവചനം 4-ാം അധ്യായം 23-24 വാക്യം. ജെറമ്യാ ചാപ്റ്റർ 4 verse number 23 and 24. ശ്രദ്ധിക്കുക, നിങ്ങൾ ഈ രണ്ട് വാക്യങ്ങൾ തമ്മിൽ നിങ്ങളൊന്ന് താരതമ്യപ്പെടുത്തി ഒന്ന് പഠിക്കണം. ഉൽപ്പത്തി 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്നു, ആദിയിൽ ദൈവം ആകാശം ഭൂമിയെ സൃഷ്ടിച്ചു, ഭൂമി പാഴും ശൂന്യവുമായിരുന്നു. യെരമ്യാ പ്രവചനം 4-ാം അധ്യായം 23-24 വാക്യത്തിൽ സ്വർഗ്ഗത്തിലെ ദൈവം ഭൂമിയെ നോക്കിക്കൊണ്ട് പറയുന്ന ഒരു വേർഡാണ് നമ്മൾ കണ്ടത്. ഞാൻ ഭൂമിയെ നോക്കി, അത് പാഴും ശൂന്യവുമായിരുന്നു. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, സ്വർഗ്ഗത്തിലെ ദൈവം പറയുകയാണ് ഞാൻ ഭൂമിയെ നോക്കി, അത് പാഴും ശൂന്യവുമായി എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ദൈവം സൃഷ്ടിച്ച ഭൂമി പാഴും ശൂന്യവുമായിരുന്നില്ല, പിന്നെ അത് പാഴും ശൂന്യമായി. എങ്ങനെ അത് പാഴും ശൂന്യവും ആകുവാനായിട്ട് കാരണമായി തീർന്നു? അങ്ങനെയെങ്കിൽ നമ്മൾ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യവും 2-ാമത്തെ വാക്യവും തമ്മിൽ ഒരു വലിയ അന്തരങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. പ്രധാനമായിട്ട് ദൈവം ആദമിനെ സൃഷ്ടിക്കുന്ന ഭൂമിയിൽ, ആദമിനെ ആക്കുന്ന ഭൂമിയിൽ ദൈവം ആദ്യം സൃഷ്ടിച്ച ഭൂമിയെ ദൈവം ഒന്നുകൂടെ റീക്രിയേറ്റ് ചെയ്താണ് ഈ 2-ാമത്തെ ഭൂമിയെ കൊണ്ടുവരാനായിട്ട് കാരണമായി തീർന്നത്. ആ വേർഡ് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അവിടെ പ്രധാനമായിട്ട് സൃഷ്ടിപ്പുമായിരിക്കുന്ന ബന്ധത്തിൽ 2 വേർഡുകളാണ് അവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. 2 വേർഡുകൾ യൂസ് ചെയ്തിരിക്കുന്നു. 1-ാമത്തെ വേർഡാണ് ഉൽപ്പത്തി 1-ന്റെ 1. ഒന്ന് വായിച്ചോട്ടെ, ഉൽപ്പത്തി 1-ന്റെ 1. അവിടെ നമ്മൾ കാണുന്നത് സൃഷ്ടിച്ചു എന്നുള്ള വേർഡാണ് നമ്മൾ കാണുന്നത്. ആദിയിൽ ദൈവം ആകാശ ഭൂമിയെ സൃഷ്ടിച്ചു. എന്നിട്ട് പിന്നീട് എന്ത് സംഭവിച്ചു? നെക്സ്റ്റ് വേർഡ് നിങ്ങൾ വായിച്ചോട്ടെ, മൂന്നാമത്തെ വാക്യം. വെളിച്ചമുണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചു. അപ്പോൾ 2 വേർഡാണ് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. അതിൽ ഒരു വേർഡ് സൃഷ്ടിച്ചു എന്നുള്ള വേർഡും 2-ാമത്തെ വേർഡ് ഉണ്ടാകട്ടെ എന്ന് കൽപ്പിക്കുന്നതും. ഈ 2 വേർഡുകൾക്ക് 2 മീനിങ് ആണ്. സൃഷ്ടിച്ചു എന്ന് പറയുന്ന അതിന്റെ എബ്രായ വേർഡ് ബാര എന്നുള്ള വേർഡാണ്. അതിന്റെ ലിറ്ററൽ മീനിങ് BARA. അതിന്റെ ലിറ്ററൽ മീനിങ് എന്ന് പറയുന്നത് അതുവരെ ഇല്ലാതിരുന്നത് ആദ്യമായിട്ട് ഉളവായി. ഉണ്ടാകട്ടെ എന്ന് കൽപ്പിക്കുമ്പോൾ സംഭവിക്കുന്നത് മെയ്ഡ്. ഇംഗ്ലീഷ് ബൈബിൾ നിങ്ങൾ നോക്കിയാൽ 2 വേർഡാണ് അവിടെ യൂസ് ചെയ്തത്. ഒന്ന് ക്രിയേറ്റ്, 2 മെയ്ഡ്. മെയ്ഡ് എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഒരിക്കൽ ഉണ്ടായിരുന്നത്, നശിച്ചു പോയത് വീണ്ടും ദൈവം
ഉണ്ടാക്കി. അതാണ് ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചത്. നിങ്ങൾ മനസ്സിലാക്കണം, ആദിയിൽ ദൈവം ആകാശഭൂമിയെ സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ അതിന്റെ താഴെ നമ്മൾ ഒന്നാം ദിവസത്തെ സൃഷ്ടിപ്പിനെ കുറിച്ച് നമ്മൾ ദൈവം പറയുമ്പോൾ ഇപ്രകാരം പറയുന്നു, വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു, വെളിച്ചമുണ്ടായി. സന്ധ്യയായി ഉഷസ്സുമായി ഒന്നാം ദിവസം. അപ്പോൾ ഒന്നാം ദിവസത്തെ സൃഷ്ടിപ്പായിരുന്നില്ല ആകാശഭൂമി എന്നുള്ളത്. ഒന്നാം ദിവസത്തെ സൃഷ്ടിപ്പ് എന്ന് പറയുന്നത് വെളിച്ചമായിരുന്നു. ആകാശഭൂമിയും ആയിരുന്നില്ല ഒന്നാമത്തെ. നിങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങളായിരിക്കണം, ഒന്നാമത്തെ ദിവസത്തെ സൃഷ്ടിപ്പായിരുന്നില്ല ആകാശഭൂമി എന്ന് പറയുന്നത്. പിന്നെയോ ഒന്നാം ദിവസം ദൈവം തുടങ്ങിയത് വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു, വെളിച്ചമുണ്ടാകുവാൻ കാരണമായി തീർന്നു. അങ്ങനെയെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, വെളിച്ചമാണ് ഒന്നാം ദിവസത്തെ സൃഷ്ടിപ്പില് കാരണമായി തീർന്നത്. അങ്ങനെയെങ്കിൽ ഒന്നാം ദിവസം എന്ന് പറയുന്ന ദിവസത്തിന്റെ മുൻപിലായിരുന്നു ആകാശഭൂമിയെ സൃഷ്ടിക്കുവാനായിട്ട് കാരണമായി തീർന്നത്. ആ ഭൂമിക്കാണ് സംതിങ് സംഭവിച്ചത്. എന്ത് സംഭവിച്ചു? അതിപ്പോൾ നോക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം നോക്കിയിട്ട് ദൈവം ഇപ്രകാരം പറയുന്നതിനെ പാഴും ശൂന്യമായി കണ്ടു. സ്വർഗത്തിലെ ദൈവം നോക്കിയപ്പോൾ അത് ശൂന്യമായി കണ്ടുവെന്ന് പറയുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന് 2-ാമത്തെ വാക്യം നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്, ആദിയിൽ ദൈവം ആകാശഭൂമിയെ സൃഷ്ടിച്ചു, ഭൂമി പാഴായും ശൂന്യമായിരുന്നു. അപ്പോൾ എക്സാക്ട്ലി ആ ഒരവസ്ഥയിലാണ് 4-ാം അധ്യായം, യെരമ്യാ പ്രവചനം 4-ാം അധ്യായം 23-ാമത്തെ വാക്യം ദൈവം പറയപ്പെടുന്ന സമയം എന്ന് പറയുന്നത് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിൽ നിന്നുകൊണ്ടാണ്. 2-ാമത്തെ വാക്യമാണ് യെരമ്യാ പ്രവചനം 4-ാം അധ്യായം 23-ാമത്തെ വാക്യം. ശ്രദ്ധിക്കണേ നിങ്ങൾ, ഞാൻ പറഞ്ഞു വന്ന ഇപ്രകാരമാണ്, ആദിയിൽ ദൈവം ആകാശഭൂമിയെ സൃഷ്ടിച്ചു, ഭൂമി പാഴും ശൂന്യമായിരുന്നു. യെരമ്യാവ് 4:23-24 ദൈവം ഭൂമിയെ നോക്കി, അത് പാഴും ശൂന്യമായി കണ്ടു. അപ്പോൾ ദൈവം ഈ പാഴും ശൂന്യമായി കണ്ടു എന്ന് ദൈവത്തിന്റെ തിരുവചനം പറയുമ്പോൾ ആ യെരമ്യാ പ്രവചനം 4-ാം അധ്യായത്തിൽ പറയുന്ന വേർഡിന്റെ സംഭവം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സന്ദർഭം എന്ന് പറയുന്നത് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യമാണ് അതിന്റെ സന്ദർഭം. ദൈവം എന്ത് നോക്കി? ആ ഭൂമിയെ നോക്കിയപ്പോൾ പാഴും ശൂന്യമായി കണ്ടു. നിങ്ങൾ ശ്രദ്ധിക്കുന്നു, നിങ്ങൾ മനസ്സിലാക്കുന്നു ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 2-ാം വാക്യം എന്ന് പറയുന്നത് യെരമ്യാ പ്രവചനം 4-ാം അധ്യായം 23-ാമത്തെ വാക്യത്തിന്റെ ആ സന്ദർഭമാണ് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 2-ാമത്തെ വാക്യം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയെങ്കിൽ എന്താണ് ഭൂമിക്ക് സംഭവിച്ചത്? ദൈവം സൃഷ്ടിച്ച ഭൂമി എങ്ങനെ പാഴും ശൂന്യമായി? ദൈവം ആ ഭൂമിയെ നോക്കിയപ്പോൾ അത് ശൂന്യമായി എങ്ങനെ കാണുവാൻ കാരണമായി തീർന്നു? ദൈവത്തിന്റെ തിരുവചനം നമ്മൾ പഠിക്കുമ്പോൾ ദൈവം ഒന്നാമത് ആക്കി വെച്ചിരുന്ന ഭൂമിയിൽ ആരെ ആക്കിയിരുന്നു എന്നുള്ളത് നമുക്ക് തിരുവചനം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. വായിച്ചോട്ട് യെഹെസ്കേൽ പ്രവചനം ചാപ്റ്റർ 28, യെഹെസ്കേൽ 28-ാം അധ്യായം, യെഹെസ്കേൽ പ്രവചനം ചാപ്റ്റർ 28 28-ാം അധ്യായം അതിന്റെ 11 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ അതില് 13-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ട്. നീ ദൈവത്തിന്റെ തോട്ടമായി ഏദനിലായിരുന്നു. ഈ ഭാഗം നമ്മൾ പഠിക്കുന്നത് പ്രത്യേകമായിട്ട് 28-ാം അധ്യായം പഠിപ്പിക്കുന്നത് 2 വ്യക്തികളെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. 2 വ്യക്തികളെ ചൂണ്ടിക്കാണിക്കുന്നു. യെഹെസ്കേൽ ചാപ്റ്റർ 28 points 2 persons. അതിൽ ഒന്ന് 28-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്നത് സ്വപ്രഭു എന്ന് പറയുന്നത് ആന്റി ക്രൈസ്റ്റ്, എതിർ ക്രിസ്തുവിനെ ചൂണ്ടിക്കാണിക്കുന്നു. ആന്റി ക്രൈസ്റ്റ്. സ്വപ്രഭു എന്ന് പറയുന്നത് ആന്റി ക്രൈസ്റ്റ്. രാജാവ് എന്ന് പറയുന്നത് ലൂസിഫർ, സേറ്റൻ. 2 വ്യക്തികളെയാണ്, ആ ലൂസിഫറിനെയാണ് 11 വാക്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്, 11 മുതൽ 19 വരെയുള്ള ഭാഗം. അപ്പോൾ എന്താണ് അവിടുത്തെ വിഷയം? രാജാവിനോട് നീ പറയേണ്ടത്, അഥവാ സൈറ്റിനോട് നീ പറയേണ്ടതെന്ന് ദൈവത്തിന്റെ തിരുവചനം പറയുന്നു. എന്താണ് അവിടെ പറയപ്പെടുന്നത്? താഴത്തെ വാക്യം പറയുന്നു, നീ എവിടെയായിരുന്നു? ദൈവത്തിന്റെ തോട്ടമായ ഏദനിൽ ആയിരുന്നു. അപ്പോൾ ഏദൻ തോട്ടത്തിൽ ആയിരുന്നുവെന്ന് നമ്മൾ കാണുക. അത് ആരുടെ തോട്ടം? ദൈവത്തിന്റെ തോട്ടം. അങ്ങനെയെങ്കിൽ ഒന്ന് നമ്മൾ മനസ്സിലാക്കാം, ദൈവം ഈ ഭൂമിയെ സൃഷ്ടിച്ചിട്ട് ഒരു ഏദൻ തോട്ടം ഉണ്ടാക്കി.
അവിടെ ആദമനെ നിർത്തിയതായിട്ട് നമ്മൾ കാണുന്നുണ്ട്, അവിടെ ലൂസിഫറിനെ നിർത്തിയതായിട്ട് നമ്മൾ കാണുന്നില്ല. അങ്ങനെയെങ്കിൽ അതിനുശേഷമുള്ള നമ്മൾ തിരുവചനം താഴോട്ട് പഠിക്കുന്ന സമയത്തെങ്ങും ദൈവം ഇതുപോലൊരു തോട്ടം ഉണ്ടാക്കി ഏതെങ്കിലും ദൂതന്മാരെ കൊണ്ടാക്കി എന്ന് നമ്മൾ കാണുന്നില്ല. പിന്നീട് എന്തേ കാണുന്നുള്ളൂ, ദൈവം മനുഷ്യനെ ആക്കുന്നതിന് മുൻപ് ആയിരിക്കണം ഈ ദൂതനെ കൊണ്ട് തോട്ടത്തിലാക്കിയത് എന്ന് പറഞ്ഞാൽ, മനുഷ്യനെ ദൈവം സൃഷ്ടിക്കുന്നതിന് മുമ്പ് ഒരു ഭൂമി ഉണ്ടായിരുന്നുവെന്നും ആ ഭൂമിയിൽ ഒരു തോട്ടം ഉണ്ടായിരുന്നുവെന്നും ആ തോട്ടത്തിന് പേര് ഏദൻ തോട്ടമെന്നായിരുന്നുവെന്നും ആ തോട്ടത്തിൽ ദൈവം ആ ദൂതനെ ആക്കി വെച്ചു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ മനുഷ്യനെ ആക്കുന്നതിന് മുമ്പ്, മനുഷ്യനെ ഈ ഭൂമിയിലേക്ക് ജനിപ്പിക്കുന്നതിന് മുമ്പ് ദൈവം ആ ആദ്യത്തെ ഭൂമിയെ ആക്കി വെച്ചത് അന്ന് ദൂതന്മാരെയാണോ ദൈവം അവിടെ ആക്കി വെച്ചത്? അങ്ങനെയെങ്കിൽ എന്ത് സംഭവിച്ചു എന്നുള്ളത് നോക്കിയാട്ട് വായിച്ചാട്ട് അതിന്റെ 17-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വന്നാട്ടെ. 16-17 വാക്യം, 15 മുതലുള്ള വാക്യം വായിച്ചാട്ട്. നിന്നെ സൃഷ്ടിച്ച നാൾ മുതൽ. അപ്പോൾ മനസ്സിലാക്കണം, ഈ ലൂസിഫറിനെയും ദൈവം സൃഷ്ടിച്ചതാണ്, ദൈവത്തിന്റെ സൃഷ്ടിയാണ്. നിന്നെ സൃഷ്ടിച്ച നാൾ മുതൽ നിങ്ങൾ നീതികേട് കാണുന്നതുവരെയും നീ നടപ്പിൽ നിഷ്കളങ്കനായിരുന്നു. നിങ്ങൾ മനസ്സിലാക്കണം, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതുപോലെ തന്നെയാണ് ദൂതനെയും സൃഷ്ടിച്ചത്. എന്നാൽ ഒരു മാറ്റമുണ്ട്. മനുഷ്യൻ ഒരു ശരീരം, പ്രാണൻ, ആത്മാവോടുകൂടെ ആയിരിക്കുമ്പോൾ ഈ ദൂതന്മാരെന്ന് പറയുന്നത് ഒരു സ്പിരിറ്റ് ബീയിങ്സ് ആണ്. ഇതാണ് ഒരു വ്യത്യാസം. പക്ഷെങ്കിൽ അവരെ ആക്കി വെച്ച സമയത്ത്, അവരെ സൃഷ്ടിച്ചപ്പോൾ ദൈവം അവരെ സൃഷ്ടിച്ചത് നിഷ്കളങ്കതയോടെയായിരുന്നു. എന്ന് പറഞ്ഞാൽ യാതൊരു കളങ്കവും അവരുടെ ഉള്ളിൽ എന്ന് പറഞ്ഞാൽ തെറ്റും ശരിയും പോലും അവർക്ക് മനസ്സിലാക്കുവാൻ സാധ്യമല്ല. ഇന്നസെൻസിലാണ് അവരെ ആക്കി വെച്ചത്. എന്നാൽ ഇവക്ക് എന്ത് സംഭവിച്ചു? ഈ ദൂതന്മാർക്ക് താഴെ ആളല്പം ബിസിയായി പോയി. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? അപ്പോൾ ഇവിടെ സംഭവിച്ചത്, ഈ ദൂതന്റെ ഉള്ളിൽ ഒരു പ്രൈഡ് കടന്നു വന്നു, അഹങ്കാരം കടന്നു വന്നു. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്യുവാനായിട്ട് ഇടയായി തീർന്നു? അതിന്റെ താഴത്തെ വാക്യം, 16-ന്റെ അവസാന ഭാഗം. ദേവപർവ്വതത്തിൽ നിന്ന് തള്ളിക്കളഞ്ഞു. അപ്പോൾ ഒന്ന് മനസ്സിലാക്കണം, ദൈവത്തിന് ഈ ദൈവം ആദിയിൽ ആകാശഭൂമി സൃഷ്ടിക്കുമ്പോൾ അന്ന് ഉണ്ടായിരുന്ന ഒരു തോട്ടത്തിൽ, ഏദൻ തോട്ടത്തിൽ, അവിടെ ആക്കി വച്ചിരുന്നത് ഈ ലൂസിഫറിനെയും അവന്റെ സംഘത്തെയുമാണ്. എന്നാൽ അവരെന്ത് ചെയ്തു? പാപം ചെയ്ത സമയത്ത് ദൈവം അവരെ അവിടുന്ന് തള്ളിക്കളഞ്ഞു. അവർ പാപം ചെയ്യുവാനുള്ള കാരണം, അതുവരെ പാപം ലോകത്തിലില്ല, പാപം എന്തെന്ന് അറിയത്തില്ല. അവർ പാപം ചെയ്യുവാനുള്ള കാരണം എന്ന് പറയുന്നത്, അവർ വളരെ ബിസിയായി പോയി, ഒത്തിരി വാല്യുബിളായി മാറ്റപ്പെട്ടു, അവർ വിലയുള്ളവരായി മാറ്റപ്പെട്ടപ്പോൾ ആ ബിസി ഷെഡ്യൂൾ കൊണ്ട് അവരുടെ ഹൃദയം അഹങ്കാരം കൊണ്ട് നിറയപ്പെടുവാനിടയായി തീർന്നു. എപ്പോൾ അവരുടെ ഹൃദയം അഹങ്കാരം കൊണ്ട് നിറയപ്പെട്ടുവോ ആ സമയത്ത് തന്നെ സ്വർഗ്ഗത്തിലെ ദൈവം എന്ത് ചെയ്തു? അവരെ ആ വെച്ചിരുന്ന പൊസിഷനിൽ നിന്ന് മാറ്റി വിശുദ്ധ ദേവ പർവ്വതത്തിൽ നിന്ന് തള്ളിക്കളഞ്ഞു. ദൈവം അവരെ ആക്കിയിരുന്ന പൊസിഷനിൽ നിന്ന് അവരെ അങ്ങ് മാറ്റി. അവരെ മാറ്റി എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, നശിപ്പിച്ചു കളഞ്ഞില്ല. ദൈവം ഒരു ജഡ്ജ്മെന്റ്, ഒരു താൽക്കാലികമായ ജഡ്ജ്മെന്റ് ആണ് നടത്തിയത്. ഒരു പെർമനന്റ് ജഡ്ജ്മെന്റ് ഇതുവരെ നടത്തിയിട്ടില്ല. ആ പെർമനന്റ് ജഡ്ജ്മെന്റ് ഇനി നടക്കുവാൻ പോകുന്നതേ ഉള്ളൂ. എന്നാൽ എന്ത് സംഭവിച്ചു? ആ പാപം കടന്നു വന്ന സമയത്ത് വളരെ പെട്ടെന്ന് ആ സ്ഥാനത്ത് നിന്ന്, ആ പൊസിഷനിൽ നിന്ന് അവരെ അങ്ങ് മാറ്റിയപ്പോൾ എന്ത് സംഭവിച്ചു? ദൈവത്തിന്റെ തിരുവചനം പഠിക്കുമ്പോൾ നമ്മൾ കാണുന്നത്, ദൈവത്തിന്റെ തിരുവചനം നമ്മൾ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം നിങ്ങൾ ഈ പ്രത്യേകമായിരിക്കുന്ന ഭാഗവുമായിട്ട് നിങ്ങൾ കണക്ട് ചെയ്തുകൊള്ളുക. യെശയ്യാ ചാപ്റ്റർ 14 വേഴ്സ് 12-14. അവിടെയും നമ്മൾ കാണുന്നത് ലൂസിഫറിന്റെ പാപത്തെയാണ് കാണുന്നത്, അഥവാ പിശാചിന്റെ പാപത്തെ. യെശയ്യാ ചാപ്റ്റർ 14 വേഴ്സ് 12-14. എന്നാൽ എന്ത് സംഭവിച്ചു അവിടെ വെച്ച് നിങ്ങൾ മനസ്സിലാക്കണം. പത്രോസ് അപ്പോസ്തലൻ ആ കാര്യമാണ് ഭംഗിയായിട്ട് വെളിപ്പെടുത്തിയിട്ടുണ്ട്. വായിച്ചോട്ട് 2 പത്രോസ് ലേഖനം 3-ാം അധ്യായം, 2 പീറ്റർ ചാപ്റ്റർ 3. എന്താണ് ആ ഭൂമിക്ക് സംഭവിച്ചത്? 2 പീറ്റർ ചാപ്റ്റർ 3 വേഴ്സ് നമ്പർ 5. ആകാശവും
അപ്പോൾ ഭൂമി എങ്ങനെ ഉളവായി എന്നാണ് ദൈവത്തിന്റെ ദാസൻ ഇവിടെ പത്തോസപ്പോസ്തലനോട് വെളിപ്പെടുത്തുക. എങ്ങനെയാണ് ഭൂമി ഉണ്ടാകുവാൻ കാരണമായി തീർന്നത്? ദൈവത്തിന്റെ വചനം പറയുന്നു, വെള്ളത്തിൽ നിന്നും വെള്ളത്താലും ഉളവായ ഭൂമി. അപ്പോൾ വെള്ളത്തിൽ നിന്നാണ് ഭൂമി ഉളവായത്. വെള്ളത്താലാണ് ഭൂമി ഉളവായത്. ഇംഗ്ലീഷ് ബൈബിളിൽ നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത് ഔട്ട് ഓഫ് വാട്ടർ emits water. അപ്പോൾ വെള്ളത്തിൽ നിന്നാണ് ഭൂമിയെ ദൈവം സൃഷ്ടിച്ചത്. വെള്ളത്തിൽ നിന്നും വെള്ളത്താലും. ആ വെള്ളത്തിന്റെ നടുവിൽ നിന്നാണ് ദൈവം ഭൂമിയെ ക്രിയേറ്റ് ചെയ്യുവാൻ ഇടയായി തീർന്നത്. അങ്ങനെയെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ നമ്മൾ പഠിക്കുന്ന റീക്രിയേഷൻ ആണ്, ഒന്നാമത്തെ സൃഷ്ടിപ്പല്ല. അങ്ങനെയെങ്കിൽ ദൈവം ആദ്യം സൃഷ്ടിച്ച ഭൂമിയിൽ ദൈവം ഈ ദൂതനെ ആക്കി വെച്ചുവെന്ന് നമ്മൾ കണ്ടപ്പോൾ, ഈ ദൂതൻ പാപം ചെയ്തപ്പോൾ ആ സ്ഥലത്ത് തള്ളിക്കളഞ്ഞുവെന്ന് നമ്മൾ ചിന്തിക്കുന്ന ആ സ്ഥാനത്ത് അന്ന് ദൈവം ആ ഭൂമിയെ ശിക്ഷിക്കുവാൻ കാരണമായി തീർന്നത് വെള്ളം കൊണ്ട്. അതുകൊണ്ടാണ് ദൈവം വെള്ളം കൊണ്ട് ഈ ഭൂമിയെ പരിപൂർണമായിട്ട് മൂടിയത്. എത്ര കാലം ഈ ഭൂമിയിൽ വെള്ളം മൂടിക്കിടന്നുവെന്ന് നമുക്കറിയത്തില്ല. പിന്നെയോ ഒരു പക്ഷെങ്കിൽ മില്യൺസ് ഓഫ് ഇയേഴ്സ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഇപ്രകാരമുള്ള ഒരു വലിയ കാലങ്ങൾ വെള്ളം കൊണ്ട് ഈ ഭൂമിയെ മൂടിയിട്ടതിന് ശേഷം എന്നിട്ടാണ് ദൈവം രണ്ടാമത് ഈ ഭൂമിയെ പുനഃസൃഷ്ടിക്കുവാനായിട്ട് പോകുന്നത്. അപ്പോൾ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ 2 മുതൽ 3 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്ന ക്രിയേഷൻ എന്ന് പറയുന്നത് ഒന്നാമത്തെ ഭൂമിയല്ല, രണ്ടാമത്തെ എർത്താണ്, സെക്കൻഡ് പെർഫെക്റ്റ് എർത്ത്. നോട്ട് ചെയ്താണ്. സെക്കൻഡ് പെർഫെക്റ്റ് എർത്ത്. അപ്പോൾ ദൈവം എന്ത് ചെയ്തു? രണ്ടാമത്തെ ഒരു ഭൂമിയെ ദൈവം പുനഃസൃഷ്ടിക്കുക. അപ്പോൾ ഈ പുനഃസൃഷ്ടിക്കുവാൻ ഇടയായിത്തീർന്നപ്പോൾ ദൈവത്തിന്റെ തിരുവചനം പറയുന്നു, അതും എങ്ങനെ സൃഷ്ടിക്കപ്പെട്ടു? 2 Peter chapter 3 verse 5. പണ്ട് ദൈവത്തിന്റെ വചനത്താൽ ഉളവായി. അപ്പോൾ ആ ഭൂമിയും എങ്ങനെ ഉളവായി? ദൈവത്തിന്റെ വചനത്താൽ, ബൈ ദ വേർഡ് ഓഫ് ഗാഡ്. അപ്പോൾ ഭൂമി റീക്രിയേറ്റ് ചെയ്തതും ദൈവത്തിന്റെ വിശുദ്ധ വചനത്തിൽ കൂടെയാണ്. അതാണ് നമ്മൾ കണ്ടത്. ദൈവം എന്ത് ചെയ്തു? വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു, വെളിച്ചമുണ്ടായി. God proclaimed his word. It's happened. സൃഷ്ടിപ്പിൽ നമ്മൾ കാണുന്നത് ദൈവം തന്റെ വാക്ക് കൽപ്പിച്ചു, അപ്രകാരം ഉളവാകുവാൻ കാരണമായി തീർന്നു. അപ്പോൾ ഈ രണ്ടാമത്തെ ഭൂമിയെ ദൈവം എവിടുന്ന് കൊണ്ടുവന്നു? വെള്ളത്തിൽ നിന്നാണ് കൊണ്ടുവന്നത്. വെള്ളത്താലാണ് ഇത് കടന്നു വരുവാൻ കാരണമായി തീർന്നത്. പക്ഷെ ഈ ഭൂമിയെ ദൈവം എന്ത് ചെയ്തു? ആദ്യം ഉണ്ടായിരുന്ന ഭൂമിക്ക് എത്രമാത്രം മനോഹരമായിരുന്നുവോ അതുപോലെ തന്നെ ഈ രണ്ടാമത്തെ ഭൂമിയെയും ദൈവം മനോഹരമാക്കി എന്നുള്ളത് നമുക്ക് കാണുവാൻ സാധിക്കും. നിങ്ങൾക്കറിയാം, ഒന്നാമത്തെ ദിവസത്തെ സൃഷ്ടിപ്പിനെ കുറിച്ച് പറഞ്ഞു, വെളിച്ചമുണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചു. മുഴുവൻ ഇരുട്ടി കിടക്കുന്ന സ്ഥലത്ത് ഒരു വെളിച്ചം ദൈവം സൃഷ്ടിച്ച് പകലും രാത്രിയുമായിട്ട് വേർതിരിക്കുവാനായിട്ട് കാരണമായി തീർന്നു. രണ്ടാമത്തെ ദിവസത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൈവം സൃഷ്ടിച്ചത് ഈ വെള്ളം, ഈ ലോകം മുഴുവൻ, ഭൂമി മുഴുവൻ മൂടിക്കിടക്കുമ്പോൾ വെള്ളവും തമ്മിൽ വേർപിരിയട്ടെ എന്ന് കൽപ്പിച്ചു. ശ്രദ്ധിക്കണേ നിങ്ങൾ ഈ ഭാഗം. വെള്ളവും തമ്മിൽ വേർപിരിയട്ടെ എന്ന് കൽപ്പിച്ചു. വെള്ളവും തമ്മിൽ വേർപിരിയുക. വെള്ളം, മേലിൽ ഉള്ള വെള്ളം, താഴെയുള്ള വെള്ളം, ഇതിന്റെ നടുവിൽ ഒരു വിധാനം ദൈവം സൃഷ്ടിച്ചു. ആ വിധാനത്തിന് ദൈവം കൊടുത്ത പേരാണ് ആകാശം എന്ന് പറയുന്നത്. ശ്രദ്ധിച്ചോണം. അങ്ങനെയെങ്കിൽ ആകാശത്തിന് മേൽ, നിങ്ങൾ ആ വാക്യം ഒന്ന് വായിച്ചിട്ട്, ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം, ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം, വേഴ്സ് 7. 6-ാമത്തെ വാക്യം കൂടെ ഒന്ന് വായിച്ചോട്ടെ, വേഴ്സ് 6. ദൈവം വെള്ളങ്ങളുടെ മധ്യേ ഒരു വിധാനമുണ്ടാകട്ടെ. ശ്രദ്ധിക്കണം ആ ഭാഗം. എന്ത് സംഭവിച്ചു? ദൈവത്തിന്റെ പർപ്പസ് എന്ന് പറയുന്ന ആ വിധാനം ഉണ്ടാക്കിയതിന്റെ ദൈവത്തിന്റെ പർപ്പസ് എന്ന് പറയുന്നത് വെള്ളത്തിനും വേർപിരിയാവാതിരിക്കേണ്ടതിനാണ്. അപ്പോൾ ഈ പർട്ടിക്കുലർ സമയത്തും എന്തുണ്ടായിരുന്നു? ഈ ഭൂമിയിൽ വെള്ളത്താൽ മൂടപ്പെട്ടിരുന്നു. ദൈവം വെള്ളത്തെ മാറ്റിയപ്പോൾ, വെള്ളത്തെ വേർപിരിച്ച് ഒരാകാശവിധാനമുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കണേ, ഒരാകാശവിധാനം ദൈവം ഉണ്ടാക്കിയപ്പോൾ, ആകാശവിധാനം ഉണ്ടാക്കിയ സമയത്തും ഈ ഭൂമി എന്തിനാൽ മൂടപ്പെട്ടിരുന്നു?
വെള്ളത്താൽ മൂടപ്പെടും. എന്നാൽ ആദ്യത്തെ ആ അളവിലുള്ള വെള്ളമല്ല ഇവിടെ ഉണ്ടായിരുന്നത്. പിന്നെയോ ദൈവം ഈ വെള്ളങ്ങളുടെ ഒരു ഭാഗത്തെ ആകാശത്തിന് മേളിലോട്ടാക്കി, മറ്റൊരു ഭാഗം വെള്ളം ഈ ഭൂമിയിൽ മൂടപ്പെടുവാൻ കാരണമായി തീർന്നു. നിങ്ങൾ ശ്രദ്ധിച്ചോണെ, ദൈവം ആദമിനെ സൃഷ്ടിക്കുവാൻ പോകുന്നതിന് മുമ്പ്, ആദമിനെ ഈ ഭൂമിയിലേക്ക് ആക്കുവാൻ പോകുന്നതിന് മുമ്പ് ദൈവത്തിന്റെ പ്ലാൻ എന്താണെന്ന് ഞാൻ നേരത്തെ പറയുണ്ടായി. ദൈവം ഭൂമിയെ സൃഷ്ടിച്ചത് വെറുതെ അല്ല, വ്യക്തമായിട്ടല്ല, പാപ്പിനത്രേ ദൈവം സൃഷ്ടിച്ചത്. അപ്പോൾ ദൈവം ഈ ഭൂമിയെ സൃഷ്ടിക്കുന്ന ഓരോ സൃഷ്ടിപ്പിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ, ഓരോ ദിവസത്തിന്റെ ദൈവത്തിന്റെ പദ്ധതിയിലേക്ക് കടന്നു വരുമ്പോൾ, ദൈവം ഈ ആകാശ വിധാനം ഉണ്ടാക്കിയത് അങ്ങനെ ഒന്നും ഉണ്ടാകട്ടെ എന്ന് ചിന്തിച്ചുകൊണ്ടല്ല, പിന്നെയോ മനുഷ്യന് വേണ്ടിയാണ്. ദൈവം ഈ പറവയെ ഉണ്ടാക്കിയത്, മൃഗത്തെ സൃഷ്ടിച്ചത് മനുഷ്യന് വേണ്ടിയാണ്. എന്തെല്ലാം ദൈവം സൃഷ്ടിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. കഴിഞ്ഞ 6 ദിവസം കൊണ്ട് ദൈവം എന്തെല്ലാം ഉളവാക്കിയോ, 5 ദിവസം കൊണ്ട് ദൈവം എന്തെല്ലാം സൃഷ്ടിച്ചുവോ, അതിന്റെ മുഴുവൻ പർപ്പസ് എന്ന് പറയുന്നത് മനുഷ്യന് അത് ഉപയോഗപ്രദമാകണം. 6ാമത്തെ ദിവസം ദൈവം സൃഷ്ടിക്കുവാൻ പോകുന്ന മനുഷ്യന് എന്തെല്ലാം ആവശ്യമെന്ന് സ്വർഗത്തിലെ ദൈവം മനസ്സിലാക്കിക്കൊണ്ട് അതിനു മുൻപ് സകലതും സൃഷ്ടിച്ച് എല്ലാം റെഡിയാക്കിയിട്ടാണ് ദൈവം മനുഷ്യനെ കൊണ്ട് സൃഷ്ടിക്കുവാനായിട്ട് കാരണമായി തീർന്നത്. ഇതിൽ കൂടെ ദൈവത്തിന്റെ ഒരു പ്രത്യേകത നമ്മൾ മനസ്സിലാക്കണം. ദൈവത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഞാൻ ദൈവ പൈതലാകുന്നുവെങ്കിൽ, ഞാൻ ദൈവ പൈതലായി ജീവിക്കുന്നുവെങ്കിൽ എനിക്ക് വേണ്ടിയുള്ള സകല പ്രൊവിഷൻസ് ഒരുക്കേണ്ടത് സ്വർഗത്തിലെ ദൈവത്തിന് ഉത്തരവാദിത്വമാണ്. സ്വർഗത്തിലെ ദൈവം ഒരുക്കിയിട്ട് മാത്രമാണ് എന്നെ കൊണ്ട് ആ സ്ഥാനത്ത് കൊണ്ടാക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചോണം, എവിടെയെങ്കിലും പോയി പട്ടിണി കിടന്ന് ജീവിക്കുവാനല്ല സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുന്നത്. ഞാനൊരു പൊസിഷനിലേക്ക് കടന്നു വരുന്ന മുമ്പായിട്ട്, ഞാനൊരു സാഹചര്യത്തിലേക്ക് കടന്നു വരുന്ന മുമ്പായിട്ട്, ഒരു സ്ഥാനത്തെന്നെ കൊണ്ട് നിർത്തുന്നതിന് മുൻപായിട്ട് സ്വർഗത്തിലെ ദൈവം എനിക്ക് വേണ്ട സകല പ്രൊവിഷൻസ് മുന്നമേ ഒരുക്കിയിട്ടാണ് അവിടെ കൊണ്ട് നിർത്തിയത്. അരിമനാഥനാകുന്ന യേശു ഈ ശിഷ്യന്മാര് പിന്മാറ്റ അനുഭവത്തിലേക്ക് കടന്നുപോയി മീൻ പിടിക്കാൻ പോയിരിക്കുക. മീൻ പിടിച്ചിരിക്കുന്നതിനിടയിൽ യേശു കടന്നു ചെന്നു. യേശു മീൻ പിടിച്ച് യേശു ക്രിസ്തു ആണെന്ന് അവർ മനസ്സിലാക്കി. അവസാനം പറഞ്ഞു, നിങ്ങൾ പിടിച്ച കുറച്ച് മീനും കൊണ്ട് വരാൻ പറഞ്ഞു. അതിന്റെ അർത്ഥം യേശു ആ മീൻ മേടിച്ച് ചുട്ടുകൊടുത്ത നല്ല അവരെ കൊണ്ടുവരുമ്പോൾ ഓൾറെഡി കനൽമേൽ ചുട്ട മീൻ അവിടെ ഇരിക്കുക. ഗാഡ് ഓൾറെഡി പ്രൊവൈഡ്. ദൈവം പ്രൊവിഷൻ ഒരുക്കി. നിങ്ങൾ ശ്രദ്ധിച്ചോണം, ഒരു സാരഫത്തിലേക്ക് ഏലിയാവിനെ അയക്കുന്നതിന് മുമ്പ് ഒരു വിധവയെ ദൈവം ഒരുക്കിയിട്ടാണ് ഏലിയാവിനെ അവിടെ അയച്ചതെങ്കിൽ, സ്വർഗത്തിലെ ദൈവം എന്നെ നിങ്ങളെ എങ്ങോട്ടെങ്കിലും അയച്ചിട്ടുണ്ടെങ്കിൽ, എവിടെയെങ്കിലും എന്നെ നിങ്ങളെ ആക്കി വെക്കുന്നുണ്ടെങ്കിൽ, സ്വർഗത്തിലെ ദൈവം ഓൾറെഡി പ്രൊവിഷൻ അവിടെ ഒരുക്കി വെച്ചിട്ട് മാത്രമേ എന്നെ അങ്ങോട്ട് വിടത്തുള്ളൂ. ദൈവത്തിന്റെ പ്രത്യേകത അതാ. ദൈവം ഈ കഴിഞ്ഞ 6 ദിവസം 5 ദിവസം ഈ സൃഷ്ടിപ്പിന്റെ ഒന്നൊന്നായിട്ട് സൃഷ്ടിക്കുവാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഈ ഭൂമിയിൽ ഉണ്ടായി നിറഞ്ഞു കവിയട്ടെ എന്നുള്ള ദൈവത്തിന്റെ ആഗ്രഹമല്ല. ദൈവം ഇത് മുഴുവൻ ക്രിയേറ്റ് ചെയ്തത് ദൈവത്തിനറിയാം. ഞാൻ 6ാം ദിവസം സൃഷ്ടിക്കുവാൻ പോകുന്ന ഒരു മഹനീയമായ സൃഷ്ടിയുണ്ട്. അത് മറ്റൊന്നുമല്ല, എന്റെ സ്വന്തം സാദൃശ്യത്തിൽ, എന്റെ സ്വരൂപത്തിൽ ഞാൻ സൃഷ്ടിക്കുവാൻ പോകുന്ന മനുഷ്യനാണ്. അവന് വേണ്ടിയാണ് ഞാൻ സകലതും ഒരുക്കിയിരിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, എന്ത് സംഭവിച്ചു ഈ സൃഷ്ടിപ്പിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ. എന്താ ദൈവം ഒന്നൊന്നായിട്ട് സൃഷ്ടിക്കുവാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു വന്ന വിഷയം ഇവിടെയാ. ദൈവം എന്ത് ചെയ്തു? വിധാനത്തിന്മീതെ ദൈവം വെള്ളങ്ങളെ 2ആയിട്ട് അങ്ങ് വേർതിരിച്ചു. മേളില് അതിന്റെ നടുവിലൊരു വിധാനമുണ്ടാക്കി. താഴെയും വെള്ളം, മുകളിലും വെള്ളം. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. ആദം ഈ ലോകത്തിൽ ഏദൻ തോട്ടത്തിലായിരുന്നപ്പോൾ എങ്ങനെ ആയിരിക്കണം ആദം ജീവിച്ച്? സൂര്യന്റെ പ്രകാശം നേരിട്ടടിക്കുന്ന എങ്ങോട്ടേ അടിക്കത്തുള്ളൂ. എവിടെ കിടക്കുക വെള്ളം? എവിടെ കിടക്കുക? ആകാശമേളില്. നിങ്ങൾ ഒന്ന് ചിന്തിച്ച് നോക്കി. ഇതിന് ഇന്നത്തെ എയർ കണ്ടീഷൻ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് സ്വർഗത്തിലെ ദൈവം ഉന്നതമായിരിക്കുന്ന ഒരു എയർ കണ്ടീഷൻ ഉണ്ടാക്കിയിട്ടാണ് ആദമിനെ കൊണ്ട് ഏദൻ തോട്ടത്തിലാക്കിയത്. സൂര്യന്റെ എത്രമാത്രം വലിയ ചൂടാണെങ്കിലും ആ ചൂട് വെള്ളത്തിൽ അടിച്ച് ആ ചൂടായിട്ടല്ല വിടുന്നത്. അത് വിടുന്നത് ആവശ്യമായിരിക്കുന്ന വെളിച്ചം കൊടുക്കത്തക്കവണ്ണം മനുഷ്യന് ജീവിക്കുവാൻ എന്താവശ്യമാ അതിനനുസരിച്ച് പെർഫെക്റ്റ് വെതർ. ഇതാ ദൈവം പ്ലാൻ ചെയ്തേ.
മനുഷ്യനെ ദൈവം ഈ രണ്ടാമത്തെ എർത്തിലേക്ക്, ആദ്യത്തെ എർത്തിന്, ഭൂമിക്ക് ദൂതന്മാർ പാപം ചെയ്തവരെ നശിപ്പിച്ചു കളഞ്ഞപ്പോൾ മനുഷ്യനെ സൃഷ്ടിക്കുവാൻ ആഗ്രഹിച്ച ദൈവം ആദ്യം ചെയ്തത് എങ്ങനെയാണ് അവനെ, മനുഷ്യനെ കൊണ്ട് എവിടെയാണ് നിർത്തുവാൻ സാധിക്കുന്നത്, ആ ഒരു പൊസിഷനിലേക്ക് മനുഷ്യനെ കൊണ്ടുവന്നു. നിങ്ങൾ മനസ്സിലാക്കണം, ഇത് നിങ്ങൾ വേദം ഇത് ഒരു നിയമമായിട്ടൊന്നും എടുക്കരുത്. എങ്കിലും എൻ്റെ കൊച്ചു ചിന്തയിൽ നിന്നുകൊണ്ട് ഞാനൊരു കാര്യം മനസ്സിലാക്കി, അത് നിങ്ങളത് ഏറ്റെടുക്കണമെന്നല്ല. നിങ്ങൾക്കറിയാം, ഈ നോഹയുടെ കാലത്ത് എന്ത് സംഭവിച്ചു? നോഹയുടെ കാലത്ത് ദൈവം പറഞ്ഞ് ഞാൻ വെള്ളം പൊക്കം മഴ പെയ്യിക്കാൻ പോവാന്ന്. ദൈവം എന്ത് ചെയ്ത്? അതുവരെ നിലത്തു നിന്ന് പൊങ്ങിക്കൊണ്ടിരുന്ന മഞ്ഞ, അതാ നിലം നനച്ചുകൊണ്ടേയിരുന്നത്. എന്നാൽ എന്ത് സംഭവിച്ചു? ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു, ഭൂമി അതിൻ്റെ ആഴങ്ങളെ തുറന്നു കൊടുത്തു, ആകാശം കിളിവാതിൽ തുറന്നു. ഞാൻ എൻ്റെ ഭാഷയെ ഞാൻ ചിന്തിക്കുക, ഒരുപക്ഷെ അന്ന് ആ വെള്ളം മുഴുങ്ങി താഴെ വന്ന് കാണും. അതിനെ ആയിരിക്കും ദൈവം അന്റാർട്ടിക്കയിലോട്ട് മാറ്റിയേക്കുന്നത്. എൻ്റെ കൊച്ചു ബുദ്ധിയാണ് കേട്ടോ, നിങ്ങളതെടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ പറഞ്ഞു നിങ്ങൾ മനസ്സിലാക്കണം, ആ വെള്ളം മനുഷ്യൻ പാപം ചെയ്തപ്പോൾ, പാപം കൊണ്ട് മനുഷ്യൻ തന്നെ നാശത്തിന് കാരണമായി തീരുവാൻ ഇടയായി തീർന്നുവെങ്കിൽ ദൈവം സൃഷ്ടിച്ച ഭൂമിക്ക് അതായിരുന്നില്ല. നിങ്ങൾ ഈ വാക്കിൽ നിന്നുകൊണ്ട് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഞാൻ ദൈവത്തിൻ്റെ പെർഫെക്റ്റ് വില്ലിൽ നിൽക്കുന്നതാണ് എൻ്റെ ബ്ലെസ്സിങ്സ്. എനിക്ക് ഓൾട്ടറേഷൻ ഒത്തിരി ചെയ്യാൻ സാധിക്കും. എൻ്റെ ഓൾട്ടറേഷൻ ദൈവത്തിൻ്റെ അനുഗ്രഹമല്ല, ഞാൻ തന്നെ നശിപ്പിച്ചു കൊണ്ടിരിക്കുക. ദൈവം രണ്ടാമത് ഈ ഭൂമിയെ റീക്രിയേറ്റ് ചെയ്തു, വളരെ മനോഹരമായിട്ടാക്കി. എന്നിട്ട് ദൈവം എന്ത് ചെയ്തു? ആദമിനെ ഹവ്വയും കൊണ്ട് ഏദൻ തോട്ടത്തിലാക്കി. അവർ വളരെ മനോഹരമായി ജീവിക്കുക. പക്ഷേ എന്ത് സംഭവിച്ചു ആ ഭൂമിയിൽ? നിങ്ങൾ മനസ്സിലാക്കണം, ആദ്യത്തെ ഭൂമിയിൽ, ഒന്നാമത്തെ ഭൂമിയിൽ ആരില്ലായിരുന്നു? മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചില്ല. ആരുണ്ടായിരുന്നു? ദൂതന്മാരുണ്ടായിരുന്നു. ദൂതന്മാര് പാപം ചെയ്തപ്പോൾ ദൈവം എന്ത് ചെയ്തു? ആ ഭൂമിയിൽ നിന്ന്, അല്ലെങ്കിൽ ആ പൊസിഷനിൽ നിന്ന് ദൈവം അവരെ തള്ളിക്കളഞ്ഞു. അങ്ങനെയെങ്കിൽ നിങ്ങൾ ചിന്തിച്ചോണേ, ഈ ദൈവം ഒന്നാമത്തെ ഭൂമിയെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ, നമ്മളിപ്പം പഠിച്ചു വരുന്ന രണ്ടാമത്തെ ഭൂമിയാണ്. ഒന്നാമത്തെ ഭൂമിയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ, ഒന്നാമത്തെ ഭൂമിയിൽ എന്തില്ലായിരുന്നു? മനുഷ്യനില്ലായിരുന്നു, സമ്മതിച്ചു. ദൂതന്മാരായിരുന്നു. ദൂതന്മാര് ഏതവസ്ഥയിൽ ഉള്ള ദൂതന്മാരായിരുന്നു അവിടെ ആയിരുന്നത്? നിഷ്കളങ്കര്, പാപമില്ലാത്ത ദൂതന്മാർ. അങ്ങനെയെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, ഒന്നാമത്തെ ഭൂമിയുടെ ഒരു പ്രത്യേകത, നോ സിൻ, യാതൊരു പാപങ്ങളും അവിടെ ഇല്ലായിരുന്നു. മുഴുവൻ ഇന്നസെൻസി, മുഴുവൻ നിഷ്കളങ്കത. നിഷ്കളങ്കതയിലാണ് ഇവർ മൂവ് ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ രണ്ടാമത്തെ ഭൂമിയിലേക്ക് ഞാൻ കടന്നു വരുമ്പോൾ, രണ്ടാമത്തെ ഭൂമിയെ ദൈവം റീക്രിയേറ്റ് ചെയ്ത്, ദൈവം ആ ഭൂമിയെ എയർ കണ്ടീഷനൊക്കെ ആക്കി വെച്ചു. എങ്കിലും ഈ ഭൂമി ഒരു പെർഫെക്റ്റ് എർത്താണോ ചോദിച്ചാൽ ഒരു രീതിയിൽ പെർഫെക്റ്റ് അല്ല. കാരണം എന്നാ? ദൈവം ആദമിനോട് ഇപ്രകാരം പറഞ്ഞു, തോട്ടത്തിൽ ഞാൻ നിന്നെക്കൊണ്ട് തോട്ടത്തിൽ ആക്കുന്നത് അതിൽ വേല ചെയ്യുവാനും അതിനെ കാക്കുവാനും. അപ്പോൾ ദൈവം തന്നെ ആദമിന് ഓൾറെഡി മുന്നറിയിപ്പ് കൊടുത്തതാണ്, ഈ തോട്ടം ഒരു മനുഷ്യൻ പോലും അന്ന് ലോകത്തിലില്ല, ആരുമില്ല, ദൈവത്തിന്റെ സൃഷ്ടികൾ മാത്രമേ ഉള്ളൂ. അപ്രകാരമുള്ള ഭൂമിയിൽ കാക്കണമെന്ന് സ്വർഗ്ഗത്തിലെ ദൈവം ആദമിനോട് കൽപ്പിച്ചപ്പോൾ ദൈവത്തിന് നന്നായിട്ട് അറിയാം, ദൈവം അലവ് ചെയ്തതാണ് ഈ ദൂതൻ ഇങ്ങോട്ടൊന്ന് കടന്നു വരാനായിട്ട്. ഈ ദൂതനെ കാക്കേണ്ട ഒരു റെസ്പോൺസിബിലിറ്റി ആദമിനുണ്ടായിരുന്നു. പക്ഷേ ആദം എന്ത് ചെയ്തില്ല? ആ ജോലി ചെയ്തില്ല. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ഈ ദൂതൻ ഈ ഹവ്വയെ ഉപായത്താൽ വഞ്ചിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. അതോടുകൂടെ ദൈവം രണ്ടാമത് സൃഷ്ടിച്ച ഭൂമിയെ പെർഫെക്റ്റ് ആയിട്ട് ദൈവമാക്കി വെച്ചുവെങ്കിലും ആ ഭൂമി എന്തായി തീർന്നു? ശാപത്തിന് കാരണമായി തീർന്നു. വായിച്ചിട്ട് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം, ജനസിസ് ചാപ്റ്റർ 3, അതിന്റെ 17-18 വാക്യം, 17 and 18. നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു.
എന്ത് സംഭവിക്കും? മുള്ളും പകക്കാരെയും ഒക്കെ മുളയ്ക്കുവാനായിട്ട് കാരണമായിട്ട് ദൈവം സൃഷ്ടിക്കാത്തത് പലതും മനുഷ്യന്റെ പാപം കടന്നു വന്നപ്പോൾ സ്വയമായിട്ട് ഉളവാകുവാൻ കാരണമായി തീർന്നു. ദൈവം മുള്ളും പകക്കാരെയൊന്നും സൃഷ്ടിച്ചില്ല, ദൈവം മരുഭൂമിയൊന്നും ഉണ്ടാക്കിയില്ല. പക്ഷെ എന്ത് സംഭവിച്ചു? ഇപ്രകാരമുള്ളത് പലതും ആ ഭൂമിയിൽ ഉണ്ടാകുവാൻ കാരണമായി തീർന്നു. എന്തുകൊണ്ടാണ് സംഭവിച്ച? ദൈവം ആ ഭൂമിയെ ശപിച്ചു. ഈ ഭൂമിയെ ശപിച്ച ഭൂമിയിൽ എന്ത് സംഭവിച്ചു? മനുഷ്യൻ വീണ്ടും വീണ്ടും പാപം കടന്നു വന്നതുകൊണ്ട് ദൈവത്തിന്റെ പക്കൽ നിന്ന് അനിഷ്ടമായിരിക്കുന്ന ഒത്തിരി കാര്യങ്ങൾ സംഭവിക്കുക. മേജറായിരിക്കും. ഒത്തിരി വിഷയത്തിലേക്ക് കടന്നു പോകാൻ പറ്റത്തില്ല എങ്കിലും 2 വിഷയങ്ങൾ വളരെ മേജറായിട്ട് ഭൂമിക്ക് സംഭവിച്ചു. ഒന്ന് സംഭവിച്ചു കഴിഞ്ഞു, ഇനി ഒന്ന് സംഭവിക്കുവാൻ പോകുന്നു. എന്താണ് സംഭവിച്ചത്? അതിന്റെ ഒന്നാമതായിട്ട് ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് കടന്നു വന്നാൽ ജെനസിസ് ചാപ്റ്റർ 10 verse 25. ഏബെറിന് 2 പുത്രന്മാർ ജനിച്ചു. ഒരുത്തന് പേലെഗ് എന്ന് പേർ. അവന്റെ കാലത്തായിരുന്നു. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, അവന്റെ കാലത്ത് ഭൂവാസികൾ പിരിഞ്ഞു പോകുവാൻ കാരണമായി തീർന്നു. എങ്ങനെയാണ് പിരിഞ്ഞു പോകുവാൻ ഇടയായി തീർന്നത്? 11th chapter 11 verse 8. യഹോവ അവരെ ഭൂതലത്തിലെങ്ങും ചിഹ്നിച്ചു. അപ്പോൾ മേജറായിരിക്കുന്ന ഒരു earthquake അവിടെ സംഭവിച്ചു. നിങ്ങൾ മനസ്സിലാക്കണം, അതുവരെ ഭൂമിയുടെ അവസ്ഥ എന്തെന്ന് ചിന്തിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിലേക്ക് കടന്നു വന്നാൽ ജെനസിസ് ചാപ്റ്റർ 1, ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം, 9-10 വാക്യം. ദൈവം ആകാശത്തിന് കീഴിലുള്ള വെള്ളം ഒരു സ്ഥലത്ത് കൂടുവാനായിട്ട് ദൈവം കൽപ്പിച്ചു. അപ്പോൾ ഭൂമി അന്ന് 2 പാർട്ടായിട്ട് മാറ്റപ്പെടാം. ഒന്ന് സമുദ്രം, മറ്റത് കര. അപ്പോൾ കരയ്ക്കാണ് യത്ത് എന്നുള്ള പേര് കൊടുത്തത്. അങ്ങനെയെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചോണം, ഇവിടെ ഭൂമി എന്നുള്ള പേര് കൊടുക്കുമ്പോൾ ആദ്യം ദൈവം പറഞ്ഞൊരു വേർഡുണ്ട്, ആദിയിൽ ദൈവം ആകാശഭൂമിയെ സൃഷ്ടിച്ചു. അപ്പോൾ ഭൂമി കരയാകുന്നുവെങ്കിൽ അന്ന് ദൈവം സൃഷ്ടിച്ച ഭൂമി എന്തു തന്നെ ആയിരിക്കണം? കര തന്നെ ആയിരിക്കണം. പിന്നീടാണ് ഞാൻ മുമ്പേ പറഞ്ഞു വന്ന പോലെ പാപം കടന്നു വന്നപ്പോൾ ദൈവം അതിനെ വെള്ളം കൊണ്ട് നശിപ്പിക്കുവാൻ കാരണമായി തീർന്നത്. അതാണ് വെള്ളത്തിൽ നിന്ന് ദൈവത്തിന്റെ തിരുവചനം പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്ത് സംഭവിച്ചു? ഭൂമി ഒരു ഭാഗത്തും, കര ഒരു ഭാഗത്തും, പിന്നീട് സമുദ്രം വേറെ ഭാഗത്തും. എന്നാൽ എന്താ സംഭവിച്ചത്? നിംബോദിന്റെ കാലത്ത് ദൈവത്തിന് വിരുദ്ധമായി നിൽക്കുവാനായിട്ട് അവർ ആഗ്രഹിച്ചു. ദൈവത്തോട് അവരെ വെല്ലുവിളിക്കുവാൻ കാരണമായി തീർന്നു. ഇനിയും ദൈവം ഈ ദേശത്ത് എത്രമാത്രം വെള്ളം പൊക്കിയാലും ഞങ്ങൾ ആരും നശിച്ചു പോകരുതെന്ന് കരുതിക്കൊണ്ട് അവർ ഗോപുരം പണിവാനായിട്ട് ആഗ്രഹിച്ചു. ആകാശത്തോട് മുട്ടുന്ന ഒരു ഗോപുരം. ദൈവം ഒരിക്കലും തങ്ങളെ നശിപ്പിക്കരുത്. ദൈവത്തോടുള്ള റെബല്യസ് മെന്റാലിറ്റിയിൽ കൂടെ അവരൊരു ഗോപുരം പണിവാൻ ആഗ്രഹിച്ചപ്പോൾ സ്വർഗത്തിലെ ദൈവം നോക്കിയപ്പോൾ മനസ്സിലാക്കി അവര് അത് ചെയ്യുമെന്നുള്ളത് ദൈവം മനസ്സിലാക്കി. നിങ്ങൾ ശ്രദ്ധിക്കണം, നേരത്തെ വേണമെങ്കിൽ ദൈവത്തിന് കാലും കൈയും തല്ലി ഓടിച്ച് വിടാമായിരുന്നു. പക്ഷേ ദൈവം മനുഷ്യ അങ്ങോട്ട് അലവ് ചെയ്തു. ദൈവത്തിന് പർപ്പസ് ഉണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം, ദുഷ്ടതയിൽ കൂടെ ഞാൻ എൻ്റെ ജീവിതം മുൻപോട്ട് നയിക്കുന്നുവെങ്കിൽ ദൈവം കണ്ണുമടച്ചിരിക്കുന്നുവെന്ന് ചിന്തിക്കുന്നതല്ല. ഒരു വലിയ നാശം കടന്നു വരുന്നതിന് മുൻപ് ദൈവം അല്പം ഫ്രീഡം തന്നിരിക്കുക. അതിന്റെ അർത്ഥം നമ്മുടെ ഫ്രീഡം നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരം യൂസ് ചെയ്യണമെന്നല്ല. ദൈവത്തിന്റെ ഹിതപ്രകാരം യൂസ് ചെയ്താൽ അത് അനുഗ്രഹമായിരിക്കും. ഞാൻ പോകട്ടെ, മുൻപോട്ട് കടന്നു വരട്ടെ. എന്താ ഇവിടുത്തെ വിഷയം? എന്ത് ചെയ്തു? ഈ ഭൂമി ഒറ്റ കര ഒരു ഭാഗത്തായിരുന്നുവെങ്കിൽ ഇന്ന് ഞാനും നിങ്ങളും കാണുന്ന ഭൂമി എന്ന് പറയുന്നത് പല കോണ്ടിനെന്റ്സ് ആണ്. പലതായിട്ട് വിഭാഗിക്കപ്പെട്ടിരിക്കുക. എങ്ങനെയാ അത് വിഭാഗിക്കപ്പെട്ടത്? ഇടയ്ക്ക് കടൽ കടന്നു വന്നു. പലവിധമായിരിക്കുന്ന സമുദ്രങ്ങളെ നമ്മൾ കാണുന്നുണ്ട്, പല പേരുകൾ നമ്മൾ കാണുന്നുണ്ട്. ഇതെല്ലാം രാജ്യങ്ങളുടെ പിന്നാലെ ഈ കോണ്ടിനെന്റിന്റെ ഇടയിൽ കൂടെ ഒഴുകിക്കൊണ്ടിരിക്കുക. എന്താ അതിന് കാരണമായി? നേരത്തെ ദൈവം ആദമന്റെ കാലത്ത് സൃഷ്ടിച്ച ഭൂമിക്ക് അങ്ങനെ ഒരു പ്രത്യേകതയില്ലായിരുന്നു. കര ഒരു ഭാഗത്തും സമുദ്രം മറ്റൊരു ഭാഗത്തായിരുന്നു. എന്നാൽ ഇതെല്ലാം കൂടെ ഇങ്ങനെ ഇടയ്ക്ക് കയറി ഓടുവാനുള്ള ഒരു കാരണമായിരിക്കണം
കാരണം നമ്മൾ ദൈവം എന്ത് ചെയ്തു അന്ന് ഈ ബാബേൽ ഗോപുരം പണിവാനായിട്ട് ആഗ്രഹിച്ച മനുഷ്യൻ ബാബേൽ ഗോപുരം പണിതുകൊണ്ടിരിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം ചെയ്തൊരു കാര്യമാണ്, അവരെ ലോകത്തിന്റെ പല ഭാഗത്തേക്ക് ചിതറിച്ചു കളഞ്ഞു. എങ്ങനെയാ ചിതറിച്ചു കളഞ്ഞത്? ഒരുമിച്ച് കൂടി നിന്ന ജനത്തെ ചിതറിച്ചു കളഞ്ഞെന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ തിരുവചനം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അന്ന് ദൈവം ലോകത്തെ ശിക്ഷിച്ചത് ഒരു വലിയൊരു earthquake, ഒരു ഭൂകമ്പം മുഖാന്തരമായിട്ട്. ആ ഭൂകമ്പം എന്ത് ചെയ്തു? ലോകത്തെ ഒറ്റ പീസായിരുന്ന ഭൂമിയെ പല കഷ്ണങ്ങളാക്കി മാറ്റുവാനായിട്ട് കാരണമായിട്ട്. എന്താ കാരണം? മനുഷ്യന്റെ പാപം കാരണമായിട്ട്. വേദപുസ്തകം നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, സമുദ്രം എന്ന് പറയുന്നത് ഈവിളിന്റെ ലക്ഷണമാണ്, ദുഷ്ടന്റെ ലക്ഷണമാണ്. ദുഷ്ടതയാണ് സമുദ്രം വെളിപ്പെടുത്തുന്നത്. അങ്ങനെയെങ്കിൽ എന്ത് സംഭവിച്ചു? ഒറ്റക്കെട്ടായിരുന്ന ഒരു ഭൂമി, ഒരൊറ്റ പീസായിരുന്ന ഒരു ഭൂമി, കരയായിരുന്ന ഒരു ഭൂമി, ആ ഭൂമിക്ക് എന്ത് സംഭവിച്ചു? അതിനെ പല കഷ്ണങ്ങളാക്കി മാറ്റുവാനായിട്ട് കാരണമായി തീർന്നു. എന്താ അതൊരു കാരണം? മേജറായിരിക്കുന്ന ഒരു പാപം കടന്നു വന്നു. ദൈവത്തോട് മറുതലിക്കുവാൻ അവർ ആഗ്രഹിച്ചപ്പോൾ, ദൈവത്തോട് അവർ മറുതലിച്ചപ്പോൾ സ്വർഗത്തിലെ ദൈവം അതിൽ നിന്ന് അവരെ തള്ളിക്കളഞ്ഞു. നിങ്ങൾ മനസ്സിലാക്കണം, ഇവിടെ സംഭവിച്ചത് ലോകത്തിന്റെ പല ഭാഗത്തേക്ക് ഈ ജനം ചിതറപ്പെടുവാനായിട്ട് ഇടയായിത്തീർന്നു. പല ഭാഗങ്ങളിൽ അവർ ആക്കപ്പെടുവാൻ കാരണമായി തീർന്നു. അവിടെ അവർ ജീവിച്ചു, അവരുടെ നിറം മാറി, അവരുടെ സ്വഭാവം മാറി, അവരുടെ സംസാര ഭാഷകൾ മാറി, പലതും പലതായിട്ട് മാറ്റപ്പെടുവാൻ കാരണമായി തീർന്നു. രണ്ടാമത്തെ പെർഫെക്റ്റ് എർത്തായിരുന്നുവെങ്കിലും ആ പെർഫെക്റ്റ് എർത്തിനെ എന്ത് ചെയ്തു? മനുഷ്യന്റെ പാപം കൊണ്ട് അതിനെ ഭിന്നിക്കുവാൻ കാരണമായിട്ട്. ഇതോടുകൂടെ അവസാനിച്ചോ? ഇല്ല. ഇനിയും ഈ ഭൂമിക്ക് എന്ത് കടന്നു വരുവാൻ പോകുന്നു? ഇനിയും ഈ ഭൂമിക്ക് കടന്നു വരുവാൻ പോകുന്ന ഒരു മേജർ എർത്ത്ക്വേക്ക്, ഇന്ന് വരെ കണ്ടിട്ടില്ലാത്തൊരു എർത്ത്ക്വേക്സ് ഇനിയും വരാൻ പോകുന്നു. വായിച്ചോട്ട് വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായം 18-19 വാക്യം. Revelation chapter 16 verse 18 and 19. വലിയ ഭൂകമ്പവും ഉണ്ടായി താഴെ. ശ്രദ്ധിച്ചോ? ഇന്ന് വരെ ഉണ്ടായിട്ടില്ലാത്ത, ആദമിനെ സൃഷ്ടിച്ച കാലത്ത് ഏദൻ തോട്ടത്തിലാക്കിയതിനു ശേഷം മനുഷ്യൻ പാപം ചെയ്ത് മുൻപോട്ട് കടന്നുപോയി. പക്ഷെ ഇന്ന് വരെ ഉണ്ടായിട്ടില്ലാത്ത, മനുഷ്യന്റെ മുൻപിൽ കണ്ടിട്ടില്ലാത്ത ഒരു വലിയ എർത്ത്ക്വേക്സിനാണ് ഇനിയും ലോകം ഒരുങ്ങിക്കൊണ്ടേയിരിക്കുന്നത്. അതിനുവേണ്ടിയാണ് ലോകം പ്രിപ്പയർ ചെയ്യുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, എന്തുകൊണ്ടാണ് ഈ പാപം കടന്നു വരുന്നത്? ഒന്നാമത് നിംബോദ് എന്ന് പറയുന്നത് പിശാചിന്റെ ഒരു നിഴലാകുന്നുവെങ്കിൽ, ഒരു പേഴ്സണാലിറ്റി ആകുന്നുവെങ്കിൽ, രണ്ടാമത് ഇനിയും വരാൻ പോകുന്ന ഭൂകമ്പത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഇതുപോലെ തന്നെ പിശാച് തന്നെ തൃത്വത്തിൽ ആളുകളിക്കുന്ന ഒരു സമയത്തായിരിക്കും ഈ വലിയ ഭൂകമ്പം കടന്നു വരുവാൻ കാരണമായി തീർന്നത്. മനുഷ്യനെ സൃഷ്ടിച്ച നാൾ മുതൽ ഇന്ന് വരെ ഉണ്ടായിട്ടില്ലാത്ത, ഒരു മനുഷ്യൻ കണ്ടിട്ടില്ലാത്ത ഒരു മഹനീയമായ വലിയ ഭൂകമ്പം ഈ ഭൂമിയിൽ കടന്നു വരുവാൻ പോകുക. എന്തിനാ ഈ ഭൂകമ്പം വരുന്നത്? ദൈവം ഈ ഭൂമിയെ ശിക്ഷിക്കുക, ദൈവം ഈ ഭൂമിയെ ശിക്ഷിക്കുവാൻ പോകുക. സക്കറിയ ചാപ്റ്റർ 14 verse 4 and 5. സക്കറിയ 14-ാം അധ്യായം 4-5 വാക്യം. അന്നാളിൽ അവന്റെ കാൽ ഒലിവുമല കിഴക്ക് പടിഞ്ഞാറായി ഏറ്റവും വലിയ താഴ്വര ഉളവായി വരും. പ്രൈസ് ഗോഡ്. ഒരു വലിയ സംഭവം. ഈ സംഭവത്തെ കുറിച്ച് അവിടെ പറയുന്നത് കർത്താവായ യേശു ക്രിസ്തു ഒലിവുമലയിൽ കാല് ചവിട്ടുമ്പോൾ സംഭവിക്കുവാൻ പോകുന്ന ഒരു വലിയ ഭൂകമ്പം. ആ ഭൂകമ്പത്തിൽ എന്ത് സംഭവിക്കുന്നു? നഗരത്തിൽ 3 അംശം പരിപൂർണമായി ചിഹ്നപ്പെടുകയാണ്. ഭയാനകമായിരിക്കുന്ന ഒരു ഭൂകമ്പത്തിലേക്ക് അത് കടന്നു വരികയാണ്. നിങ്ങൾ മനസ്സിലാക്കണം, എന്തിനായിരുന്നു ഇത്? ദൈവം സൃഷ്ടിച്ച ഭൂമി വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടും ദൈവം അത് സൃഷ്ടിച്ചുവെങ്കിൽ, മനുഷ്യനെ കൊണ്ട് അവിടെ ആക്കിയെങ്കിൽ, മനുഷ്യൻ എന്ത് ചെയ്യുക? തൻ്റെ കൈപ്പണി കൊണ്ട് ആ ഭൂമിയെ ഓൾട്ടർ ചെയ്യുക. നമ്മൾ ചിന്തിക്കണം, ഇന്ന് നമ്മൾ ചെയ്യുന്ന സകലതും ഒരു പക്ഷെങ്കിൽ നന്മയ്ക്ക് വേണ്ടി ആയിരിക്കും ചെയ്യുന്നത്, അതെല്ലാം തിരിച്ച് ദോഷമായിട്ട് കടന്നു വരിക. ഇവിടുന്ന് സ്കൈലാബ് അയക്കുന്നു, ഇവിടുന്ന് റോക്കറ്റ് വിടുന്നു. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, അതിനൊക്കെ ഒരു ഫിക്സഡ് ഇയേഴ്സ് ഉണ്ട്. അത്രയും കാലമേ അതിനവിടെ നിൽക്കാൻ പറ്റത്തുള്ളൂ. അത് കഴിഞ്ഞ് ഇത് താഴോട്ട് വരണം. എവിടാ വീഴുന്നത്? എന്താ സംഭവിക്കുവാൻ പോകുന്നത്? ആർക്കും അറിയത്തില്ല. എവിടെയെങ്കിലും ഒരു കൊച്ചു കല്ല് പൊട്ടി വരുന്നത് കാണുമ്പോഴത്തേനോ ഭയാനകമാ, ഭീതിയ.
എന്താ ഭീതിയുടെ കാരണം? എവിടെയെങ്കിലും വീണാൽ എന്തൊക്കെയാ സംഭവിക്കുവാൻ പോകുന്നത്? റേഡിയോ ആക്റ്റീവ് പവർ, മറ്റുള്ള ബുദ്ധിമുട്ടുകൾ എന്തായിരിക്കും സംഭവിക്കുന്ന? ആ ഏരിയയിലോട്ട് അടുക്കാൻ പറ്റാതെ വണ്ണം ഭയാനകമായിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് കടന്നു പോകുന്നു. ലോകം കടന്നു പോകാൻ പോകുകയാണ്. എന്താ ഞാൻ പറഞ്ഞു വന്നത്? മനുഷ്യൻ എന്തെല്ലാം ഓൾട്ടർ ചെയ്യുന്നുവോ അതെല്ലാം അവന് ദോഷമായി വരുന്നു. ഈവൻ നാറാതിരിക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിയ ഒരു സ്ഥലം ഇത് അടിക്കും, ബോഡി മിസ്റ്റ്. ഇത് നല്ലതാ. പക്ഷെങ്കിൽ കണ്ടുപിടിക്കപ്പെട്ട സത്യം, ഓസോൺ ലെയറിന് വിള്ളലുണ്ടാകുവാനുള്ള കാരണം ഇമാതിരിയുള്ള കാരണങ്ങൾ മേളിലോട്ട് പൊങ്ങുന്നതാ. നമ്മൾ മനസ്സിലാക്കുവാണ്, മനുഷ്യൻ ചെയ്യുന്ന ഏത് കാര്യങ്ങളും, ദൈവം സൃഷ്ടിച്ച ഭൂമി അത് മനുഷ്യൻ്റെ ഏതെങ്കിലും കൈപ്പണി കൊണ്ടത് ഓൾട്ടർ ചെയ്യുന്നുവെങ്കിൽ അത് അവൻ ഒരിക്കലും നന്മയാകത്തില്ല, ദോഷത്തിന് കാരണമാണ്. ഞാൻ ആ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണേ. ദൈവം സൃഷ്ടിച്ച ഭൂമിയുടെ ആ പെർഫെക്റ്റ് വില്ലിൽ ഞാൻ ആയിരിക്കുന്നുവെങ്കിൽ അതെനിക്ക് അനുഗ്രഹമാണ്, അതെനിക്ക് നന്മയാണ്, അതെനിക്ക് സുഖമാണ് തരുന്നത്. ദൈവം ഒരു ദോഷം ദൈവം തരുന്നവനല്ല. ആ വില്ലിനകത്തു ഞാൻ വെളിയിലോട്ട് കടന്നുപോയി എൻ്റെ കൈപ്പണി എന്തെങ്കിലും ചെയ്യുവാൻ ആഗ്രഹിക്കുമ്പോൾ അവിടെയാണ് ദൈവം നമുക്ക് ദോഷത്തിന് കാരണമായി തീർന്നത്. രണ്ടാമത് സൃഷ്ടിച്ച വളരെ മനോഹരമായിരിക്കുന്ന ഭൂമി, ഇറ്റ് വാസ് പെർഫെക്റ്റ് എർത്ത്. ഈവൻ ദോ പിശാച് അവിടെ ഉണ്ടായിരുന്നുവെങ്കിലും ആ ഒരു മിസ്റ്റേക്ക് അല്ലാതെ ബാക്കിയൊന്നും അവിടെ ഇല്ല. മനുഷ്യന് വേണ്ടത് എല്ലാം ദൈവം ഏദൻ തോട്ടത്തിൽ ഒരുക്കി, മനുഷ്യന് വേണ്ടത് എല്ലാം ദൈവം കൊടുത്തു, ഒന്നിനും ഒരു കോപം വന്നില്ല. പക്ഷെ എന്ത് സംഭവിച്ചു? മനുഷ്യൻ പാപം ദൈവത്തിനെതിരായിട്ട് പ്രവർത്തിക്കുവാൻ തുടങ്ങിയപ്പോൾ ദൈവം സൃഷ്ടിച്ച ഭൂമിയെ ദൈവത്തിന് വീണ്ടും നശിപ്പിക്കേണ്ടതായിട്ട് വന്നു. അത് സ്റ്റിൽ നശിച്ചുകൊണ്ടിരിക്കുക. ഞാനും നിങ്ങളും ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലയളവ്, ഈ ദിവസത്തിൽ എവിടെയെല്ലാം ഭൂകമ്പമുണ്ടായി, എന്തെല്ലാം സംഭവിച്ചു. ഞാനും നിങ്ങൾ കൃപയാൽ സന്തോഷത്തോടെ ജീവിച്ചുകൊണ്ടിരിക്കുക. അതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഞാനും നിങ്ങൾ മനസ്സിലാക്കുന്നില്ല, അതിൻ്റെ ബുദ്ധിമുട്ടുകൾ അറിയുന്നില്ല. ദൈവം നമ്മളോട് കാണിക്കുന്ന വലിയ കരുണ. ചില കാലങ്ങൾക്ക് മുമ്പ് നമ്മുടെ നാട്ടിലൊക്കെ ഇതൊക്കെ ഒരു വലിയ വിഷയമായി ഒന്ന് ഇങ്ങനെ സംഭവം പോലും കേട്ടുകേൾവിയില്ല. എന്നാൽ ഇന്നെന്തുവാ? കിണർ പൊങ്ങുക, അവിടെയും ഇവിടെയും ചുമന്ന വെള്ളം പുറപ്പെടുക, അവിടുന്ന് ഇവിടുന്ന് മഴ പെയ്യുന്നത് ചുമന്ന വെള്ളമായിട്ട് കാണുന്നു. എന്താ സംഭവിക്കുന്നത്? മനുഷ്യന്റെ ഓൾട്ടർ ചെയ്യുന്നതെല്ലാം അവന് ദോഷമായിട്ട് കടന്നു വരിക. എന്താ ചെയ്യുന്നത്? നെല്ലൊന്ന് നന്നായിക്കോട്ടെ എന്ന് കരുതി കുറച്ച് വിഷമടിക്കുന്നതാ. അതെന്തായി തീർന്നു? ഇന്ന് പല രോഗത്തിന് കാരണമായി. കൊച്ചു കൊച്ചു കാര്യങ്ങൾ നിങ്ങൾ നോക്കിയാട്ട് ദൈവം ചെയ്തതായിരിക്കുന്ന പെർഫെക്റ്റ് എത്തിന് ഞാനും നിങ്ങളും ഏത് കൊച്ചു കാര്യങ്ങൾ വെച്ചുകൊണ്ട് അതിന് മാറ്റം വരുത്തിയാലും ആ കൊച്ചു കാര്യങ്ങൾ എനിക്കും നിങ്ങൾക്കും നാശത്തിന് കാരണമാകാം. ഒരുപക്ഷെ ഞാൻ നിങ്ങൾ ചിന്തിക്കുമായിരിക്കും ഇറ്റ് ഈസ് ഗുഡ്, നല്ലതാണ്. പക്ഷെങ്കിൽ താൽക്കാലികമായിരിക്കും നന്മ മാത്രമേ തരുവാൻ സാധിക്കുകയുള്ളൂ. അതിനപ്പുറത്ത് ഒരു ദോഷമുണ്ട്. അപ്പോൾ രണ്ടാമത്തെ പെർഫെക്റ്റ് എർത്ത് എന്താ സംഭവിച്ചു? ദൈവം സൃഷ്ടിച്ച മനോഹരമായിരിക്കുന്ന ഈ എർത്തിനെ വീണ്ടും അത് നശിക്കുവാൻ പോകുന്നു. എന്നാൽ ഇതല്ല നമ്മുടെ വിഷയം. നമ്മുടെ വിഷയം എന്ന് പറയുന്നത് നമ്മൾ പ്രാപിക്കാൻ പോകുന്ന ഒരു ഇളകാത്ത രാജ്യം. ഇനി രണ്ട് ഭൂമിയും കൂടെ രൂപാന്തരപ്പെട്ടു വരുവാനുണ്ട്. ദൈവം അനുവദിക്കുന്ന അടുത്ത ആഴ്ച നമുക്കത് ചിന്തിക്കുവാൻ നമുക്ക് എല്ലാവർക്കും നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. കർത്താവിന്റെ പരിശുദ്ധ മുഖത്തെ കണ്ണുകൾ തിരിച്ചുകൊണ്ട് ഇന്ന് രാത്രി ദൈവത്തിന്റെ തിരുമുമ്പിൽ നിന്നുകൊണ്ട് ഞാൻ നിങ്ങളിത് പറയുമോ? ദൈവത്തിന്റെ എന്നെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഹിതത്തിൽ നിൽക്കുന്നതാണോ ബ്ലെസ്സിങ്സ് ഫോർ മീ? ദൈവം എന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്ന അവസ്ഥയിൽ നിൽക്കുന്നതാണ് എന്റെ അനുഗ്രഹം. ഇന്ന് രാത്രി ദൈവത്തോട് പറയുമോ? അതിന് വിരുദ്ധമായിട്ടാണോ എന്റെ മൂവ്മെന്റ്സ് എങ്കിൽ അത് ഒരിക്കലും എനിക്ക് അനുഗ്രഹമല്ല, അതെനിക്ക് ദോഷത്തിന് കാരണമായി തീരുമെങ്കിൽ ഇന്ന് രാത്രി ദൈവത്തോട് പറഞ്ഞാട്ട്, കർത്താവേ നിന്റെ പെർഫെക്റ്റ് വില്ലിൽ നിൽക്കുവാൻ എനിക്ക് നീ കൃപ ചെയ്യണമേ. നിന്റെ പെർഫെക്റ്റ് വില്ലിൽ നിൽക്കുവാൻ എല്ലാവരും കണ്ണുകൾ അടച്ചുകൊണ്ട് എല്ലാവരും പ്രാർത്ഥിച്ചാട്ട്, എന്റെ കർത്താവേ അങ്ങയുടെ പെർഫെക്റ്റ് വില്ലിൽ നിൽക്കുവാൻ, നിന്റെ ഹിതത്തിൽ നിൽക്കുവാൻ എനിക്ക് നീ കൃപ ചെയ്യണമേ. നിന്റെ ഹിതം വിട്ടേച്ച് പോകുവാനല്ല. നിനക്കറിയാം എനിക്കെന്താ നന്മ എന്നുള്ളത്, എനിക്കെന്താണ് അനുഗ്രഹം എന്നുള്ളത് അങ്ങേക്കറിയാം. എന്റെ കർത്താവേ അത് മനസ്സിലാക്കി എന്റെ ഭൗതിക കണ്ണുകൊണ്ടോ എനിക്ക് ദോഷമെന്ന് ഞാൻ ചിന്തിക്കുമായിരിക്കാം. സ്വർഗത്തിലെ ദൈവമേ അതെനിക്ക് നന്മയാകിയാൽ ഞാൻ അങ്ങയെ വാഴ്ത്തുക. ദൈവത്തെ സ്നേഹിക്കുന്നവരെ പാട് വിളിക്കപ്പെട്ടവർക്ക് സകല നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നുവെങ്കിൽ ഇന്ന് രാത്രി ദൈവത്തോട് പറഞ്ഞാട്ട്, എന്റെ പിതാവേ എന്നെ നിർത്തിയിരിക്കുന്നത് ഒരു അനുഗ്രഹത്തിന് വേണ്ടിയാ, ഞാൻ ആയിരിക്കുന്ന ഒരു നന്മയ്ക്ക് വേണ്ടിയാ. ഈ ദിവസങ്ങളെ നന്മ പ്രാപിച്ചുകൊണ്ട് മുൻപോട്ട് കടന്നു പോകുവാൻ എന്റെ ദൈവമേ കൃപ ചെയ്താട്ട്. ഹല്ലേലൂയ. അങ്ങയുടെ പെർഫെക്റ്റ് വില്ലിൽ നിന്ന് വെളിയിൽ കടന്നു പോകുവാൻ ഒരിക്കലും ഇടയാക്കാതെ ആ അങ്ങയുടെ ഹൃദയത്തിൽ തന്നെ നിൽക്കുവാൻ എനിക്ക് കൃപ ചെയ്യണമെന്ന് എല്ലാവരും
ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ടോ. എല്ലാവരും ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പാപം ചെയ്ത ദൂതന്മാരെ ആദരിക്കാതെ ദൈവം അവർക്ക് ശിക്ഷകൾ കൊടുത്തുവെങ്കിൽ ഹല്ലേലൂയ, ഇന്ന് പകൽക്ക് ഇന്ന് രാത്രി ദൈവത്തിന് മക്കൾ മനസ്സിലാക്കണം, എനിക്കും നിങ്ങൾക്കും ദൈവം നിർത്തിയിരിക്കുന്ന പദവിയിൽ ഞാനും നിങ്ങളും ആകുവാൻ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുമ്പോൾ ഇന്ന് രാത്രി ഹല്ലേലൂയ തീരുമാനമെടുക്കുന്ന പ്രിയപ്പെട്ടവരോ, എന്റെ ദൈവമേ നിന്റെ പെർഫെക്റ്റ് വില്ലിൽ നിൽക്കുവാൻ, നിന്റെ പൂർണ്ണ ഹൃദയത്തിൽ നിൽക്കുവാൻ എനിക്ക് കൃപ ചെയ്യണമേ എന്ന് വാസ്തവമായിട്ട് പ്രാർത്ഥിക്കണമെങ്കിൽ എന്റെ കർത്താവേ, എന്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടമാകട്ടെ എന്റെ ജീവിതത്തോട് നടക്കേണ്ടത് എന്ന് രാത്രി തീരുമാനിക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ, എല്ലാ കണ്ണുകളും അടച്ചിരിക്കുമ്പോൾ അത് സ്ഥാനങ്ങളിൽ എഴുന്നേറ്റ് വന്നാട്ടോ ഇന്ന് രാത്രി ദൈവത്തോട് പറഞ്ഞാട്ട് ഹല്ലേലൂയ, എന്റെ കർത്താവേ നിന്റെ പൂർണ്ണ ഹൃദയത്തിൽ നിൽക്കുവാൻ എനിക്ക് നീ കൃപ ചെയ്യണമേ. ഹല്ലേലൂയ. ഇടവും പോലും ഞാൻ നോക്കുന്നില്ല, ഇടവും പോലും പോകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നീ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന വഴികൾ കൂടെ മുൻപോട്ട് കടന്നു പോകുവാൻ എന്റെ ദൈവമേ നീ കൃപ ചെയ്യണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ട്.